മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നത്. ജീസസ്. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ വളരെ പരിചിതമായ വാക്യങ്ങളാണ്. ആ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അല്പനേരം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയും. മത്തായി സുവിശേഷം 18-ാം അധ്യായം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യത്തിന് യേശു വ്യക്തമായി കൊടുക്കുന്ന ചില മറുപടികളാണ് ആ വാക്യത്തിനകത്തെ ആത്മീക സന്ദേശം. അവര് യേശുവിനോടൊരു ചോദ്യം ചോദിച്ചു. 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ ആ ചോദ്യം എന്താണെന്ന് അവിടെ കാണാനായിട്ട് കഴിയും. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്ക വന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അവർ യേശുവിനോടൊരു ചോദ്യം ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അതിനു മുമ്പേ ശിഷ്യന്മാർ പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ 18-ാം അധ്യായത്തിൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനെന്ന് ചോദിക്കാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, മത്തായി തന്നെ എഴുത്തിനകത്ത് 17-ാം അധ്യായത്തിൽ യേശു തനിക്ക് പ്രിയപ്പെട്ട ശിഷ്യന്മാരെയും കൊണ്ട് മറുരൂപമലയിൽ കയറിപ്പോയി. അവിടെ വെച്ച് ലോകത്തിൽ ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ പറ്റാത്ത പോലെ തേജസ്സിൻ്റെ വസ്ത്രമുടുത്ത തേജോരൂപിയായ ദൈവത്തെ കണ്ടു. എന്നിട്ട് ദൈവത്തോട് മോശയും ഏലിയാവും സംഭാഷിക്കുന്ന സ്വർഗീയ അനുഭവം കണ്ടപ്പം മുതൽ യേശു പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ ഈ ദർശനം ആരോടും പറയരുത് എന്ന് പറഞ്ഞപ്പോൾ മുതൽ അവർ അകത്ത് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത വന്നു കയറാൻ തുടങ്ങി. എന്നിട്ട് ശിഷ്യന്മാര് യേശുവിനോട് ചോദിക്കുക, കർത്താവേ, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ്? കർത്താവിന് സ്തോത്രം. ഭൂമിയിലുള്ളതിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം നിന്നെ ഒരിക്കലും അലട്ടരുത്. ഇടയ്ക്കിടയ്ക്ക് സ്വർഗീയ ചിന്തകളിലും നിങ്ങൾക്കുണ്ടാകണം. യേശുവിനോട് ചോദിക്കുക, കർത്താവേ, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാ? കർത്താവ് മറുപടി കൊടുത്തത് അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലുണ്ട്. അവനൊരു ശിശുവിനെ അടുക്ക വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി നിങ്ങൾ തിരിഞ്ഞ്. അപ്പൊ നമ്മൾ മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലൊരു കാര്യം പതിയാനായിട്ട് ഒരാളെ അടുക്കൽ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നത് നമ്മൾ തുടങ്ങിയ പരിപാടിയല്ല, യേശു തുടങ്ങിയ പരിപാടിയാണ്. ഒത്തിരി ജനസമുദ്രങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ശിശുവിനെ യേശു അടുക്കലേക്ക് വിളിച്ചിട്ട് അമ്മ പറയുന്ന ഭാഗമാണ് 2-ാമത്തെ വാക്യം. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാട്ട്. അവനൊരു ശിശുവിനെ അടുക്ക വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ. കർത്താവ് പഠിപ്പിക്കാം, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ. ചോദിച്ച ചോദ്യം സ്വർഗത്തിൽ ആരാ വലിയവനാ. പക്ഷേ കർത്താവ് പറയാ, നിങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ നിർത്താതെ കൈയടിക്കണമെന്നല്ല, ശിശുവിനെ പോലെ നിങ്ങളാകണം. ശിശുവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്നാ? സ്തോത്രം, ഭയങ്കര നിഷ്കളങ്കര. ചില കാര്യത്തിനൊക്കെ വാശി പിടിച്ചാലും പിണക്കത്തിന് 5 മിനിറ്റത്തെ ആയുസേ ഉള്ളൂ. നമ്മുടെയൊക്കെ പിണക്കത്തിന് 5 കൊല്ലത്തെ ആയുസാ. ഇന്നും മിണ്ടാതിരുന്ന് സ്തോത്രം പറയുന്ന ആളുണ്ട്. ഇപ്പുറത്തിരിക്കുന്ന ആളോട് മിണ്ടാൻ പറ്റത്തില്ലെങ്കിൽ ഈ സൈഡ് തിരിഞ്ഞിരുന്ന് സ്തോത്രം സ്തോത്രം സ്തോത്രം, ശത്രു അടുക്ക ഇരിക്കുന്ന പോലെ ആയിരിക്കുന്നു. നിങ്ങളുടെ കാര്യമല്ല, വല്ലവരും ഉണ്ട്, അവരോടൊക്കെ ഉള്ള സന്ദേശമാണ്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. തിരിഞ്ഞ് നിങ്ങളൊരു ശിശുവിനെ പോലെ ആയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമാണ്. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഒരാളെ എങ്ങനെ ആകണം? തിരിഞ്ഞ് ശിശുവിനെ പോലെ. നമ്മുടെ പിള്ളേരെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കുമ്പം നല്ല അടി കൊടുക്കത്തില്ലയോ? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എനിക്കൊക്കെ എന്തോരം കിട്ടിയിട്ടുണ്ട്. അപ്പം അടി കിട്ടുമ്പം കുഞ്ഞിങ്ങനെ കരഞ്ഞ് മൂക്കളെയൊക്കെ ഒലിപ്പിച്ച് 2 കവിള് കണ്ണുതിരും ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പനെ കാണിക്കാം, എന്താ കാണിക്കാനാ? അതിലേക്കൂടെ പോയി അടുക്കളയിൽ ചെല്ലുമ്പം അമ്മ ഒരു 100 പഞ്ചാര എടുത്ത് നാക്കെ കൊടുത്താൽ ഇപ്പുറത്തൂടെ വന്നുമ്പോൾ അപ്പൻ ബൈക്ക് ഹട്ടാക്കും ഓടി വന്നിട്ട് പറയും, ഒരു മഞ്ചു വേണോ എന്ന് വരുമ്പം. ഇത്രയേ ഉള്ളൂ കൊച്ചിൻ്റെ വിളക്കം. നമുക്ക് ഇച്ചിരൂടെ ബൈബിൾ അനുവദിച്ചിട്ടുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നതും ആകാവുന്നു. ഇവിടെ കിട്ടിയോ? അപ്പം നിങ്ങൾ സ്വർഗത്തിൽ പോണേ തിരിഞ്ഞ് എന്തു ആകണം? ഒരു ശിശുവിനെ പോലെ. ഇനി പത്രോസ് പറയുക,
ആമീൻ. ശിശുവിനെ പോലായ സ്വർഗത്തിൽ പോകാം. രക്ഷയ്ക്കായി വളരാൻ കൊതിക്കുന്നവൻ മായമില്ലാത്ത പാല് വലിച്ചു കുടിക്കണം. സ്തോത്രം. ഇനിയും കർത്താവ് പറയുകയാണ് അടുത്ത വഴി. ഈ കർത്താവിനോട് ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു മറുപടി ഒന്നുമല്ല, അങ്ങ് മറുപടിയുടെ കലവറയാ. 18-ാം അധ്യായം മറുപടിയാ. ഒരു ചോദ്യം ചോദിക്കുക. ഒരു വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചതേ ഉള്ളൂ. ചിലരോട് ചോദിച്ചോട്ട്, അയ്യോ മോള് പിന്നെ കാനഡയിലാണ്, ഹസ്ബൻഡ് കാനഡയിലാണ്, കുഞ്ഞുങ്ങൾ 2 പേര് കാനഡ, 2ാമത്തെ മോള് കല്യാണം കഴിക്കാൻ നിൽക്കുക, ഇളയ മോൾ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇളയ മോനെ പറ്റിയുള്ള ആശങ്കയാണ് എനിക്ക്. പിന്നെ ആ വീട്ടിലെ മുഴുവൻ കാര്യവും പറയും. ചോദ്യം ഒന്നേ ചോദിച്ചോളൂ. കർത്താവിനോട് ഒരു ചോദിച്ചാൽ കർത്താവ് കൊടുക്കുക ക്രമീകരണം മുഴുവൻ പറയും. സ്വർഗത്തെ പറ്റി ചോദിച്ചാൽ മറുപടിയോടെ മറുപടിയാ. അപ്പോൾ നിങ്ങൾ തിരിഞ്ഞ് എന്തുവായിരിക്കണം? ശിശുവിനെ, വേലത്തരമെല്ലാം വിട്ടിട്ട് ശിശുവിനെ പോലായാൽ എവിടെ പോകാം? സ്വർഗത്തിൽ പോകാം. ഇനി അടുത്ത കേട്ടേ കർത്താവ് ചോദിച്ചതിന് ക്ലിയർ ആയിട്ട് മറുപടി കൊടുക്കുക. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാണ്. ഇനി അങ്ങാണം മനസ്സിലായില്ലെങ്കിലോ, ഈ ശിശുവിനെ പോലെ തന്നെത്താൻ ആര് താഴ്ത്തുന്നുണ്ടോ അവൻ സ്വർഗരാജ്യത്തിൽ ഞാൻ പറയാം, ഉയർച്ചയുടെ രഹസ്യം താഴ്മയാണ്. അനുഗ്രഹത്തിന്റെ രഹസ്യം താഴ്മയാണ്. ആർക്ക് താഴ്മയുണ്ടോ, ആർക്ക് വിനയത്വമുണ്ടോ, അവനെ ദൈവം ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ. അപ്പം കർത്താവിന് സ്തോത്രം. അപ്പം സ്വർഗത്തിൽ പോണേ എന്തോ ചെയ്യണം? ശിശുവിനെ പോലാകണം. സ്വർഗത്തിൽ വലിയവനാകെ എന്ത് ചെയ്യണം? ശിശുവിനെ പോലെ താഴണം. ഈ ബൈബിൾ അങ്ങ് കാണാതെ പഠിക്കണം. ഭയങ്കര അനുഗ്രഹമാണ്. ഇനി അടുത്തത് കർത്താവ് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, അങ്ങനെ താഴ്ത്തിയാൽ മാത്രം പോരാ, നിങ്ങൾ ആർക്കും ഒരു ഇടർച്ചയാകരുത്. 6ാമത്തെ വാക്യം വായിച്ചത്, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തിന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ വിശ്വസിക്കുന്ന ഒക്കെ കർത്താവ് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നീ ആർക്കെങ്കിലും ഇടർച്ച വരുത്തിയാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഒരു കാര്യം, നീ വിശ്വസിക്കുന്ന ഒരുവൻ എന്തും ആകരുത്, ഇടർച്ചയാകരുത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് നീ ഒരു തടസ്സമാകരുത്. കർത്താവിനെ ഫോളോ ചെയ്യുന്നവർക്കും നീ ഒരു തടസ്സമാകരുത് എന്ന് പറഞ്ഞാൽ നീ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരണം. ഇനി അങ്ങനെ ഇടർച്ച ചെയ്താൽ കർത്താവ് ഒരു ശുശ്രൂഷ പറഞ്ഞാൽ ഇടർച്ച ചെയ്യുന്നവരെ എന്തോ ചെയ്യണമെന്ന് അറിയാമോ? സഭയായിട്ട് ഒന്നിച്ച് കൂടണം. ഈ സ്നാനത്തിന് കൊണ്ടുപോകുന്ന യോഗം കഴിഞ്ഞിട്ട് ഒന്നിച്ച് കൂടിയിട്ട് അവനെ ഇവിടുന്ന് ശംഖുമുഖം കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് അവൻ്റെ ഒരു കഴുത്തേൽ കയറ് കെട്ടണം. അവന്റെ കഴുത്തെ കയറ് കെട്ടിയിട്ട് അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി കെട്ടിയച്ച് അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ സ്പീഡ് ബോട്ടെ കൊണ്ടുപോയി കടലിൽ എറിഞ്ഞേക്കണം എന്ന് പറഞ്ഞ ആയുസിൽ അവൻ പൊങ്ങാത്ത പോലെ വേണം ഇടർച്ച വരുത്തുന്നവരെ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ആരാധനയ്ക്ക് ഇടർച്ച വരുത്തുന്നവർ, ശുശ്രൂഷയ്ക്ക് ഇടർച്ച വരുത്തുന്നവർ, വിശ്വാസികൾക്ക് ഇടർച്ച വരുത്തുന്നത് ഓർത്തോളം അവർക്ക് ചെയ്യേണ്ട ശുശ്രൂഷ ബൈബിളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് വെച്ച് പറ, ഇടർച്ച വരുത്തല്ലെന്ന് പറ. ഇനിയും വന്നാൽ തിരികല്ലിൻ്റെ കാര്യം ഓർത്തോണം. എന്തോൻ്റെ കാര്യം? എന്തുവാ തിരികല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്തുവാ ഈ പണ്ട് ഗോതമ്പേ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഗോതമ്പൊക്കെ ഇങ്ങനെ തിരികല്ല ഇട്ടാ എന്ത് ചെയ്യുന്നേ? താഴെ ഒരു വലിയ കല്ല്, അതിൻ്റെ മണ്ടയ്ക്ക് ഒരു കല്ല്, അതിൻ്റെ മുകളിൽ ഒരു കാശാംകുറ്റി അല്ലെങ്കിൽ ഒരു കാപ്പിക്കപ്പ്, എന്നിട്ട് നടുക്ക് നിൽക്കുന്ന കുറ്റി ഇങ്ങനെ താണ്ടി നിർത്തി അതിലോട്ട് ഗോതമ്പ് അങ്ങോട്ട് മനസ്സിലാകാനാകട്ടോ സ്തോത്രം. അല്ലെ പിന്നെ കൊഴുകിയൊന്നോ ഒക്കെ കൂട്ടിക്കോ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ കറക്കുമ്പോൾ കുറച്ച് ഗോതമ്പ് ഇട്ടുകൊടുത്താൽ പൊടിഞ്ഞു താഴെ വരും. ആ തിരികല്ലിൽ ഒരെണ്ണം എടുത്ത് അതിപ്പം മിക്സി ആയതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ചേക്കുക. അവനെ സഭയായിട്ട് കൂടി ഒരു തിരികല്ലെടുത്ത് അവൻ്റെ കഴുത്തെ കെട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? തിരികല്ലില്ലേലും കുഴപ്പമില്ല, വലിയൊരു കല്ലായാലും മതി. അവനെ കടൽ എന്ന് പറഞ്ഞാൽ ഇടർച്ച വരുത്തുന്നവനെ ചർച്ചിന് കൊള്ളത്തില്ല, ദൈവത്തിന് കൊള്ളത്തില്ല, ദുരുപദേശം പഠിപ്പിക്കുന്നവനെ കൊള്ളത്തില്ല, അപവാദം പറഞ്ഞു നടക്കുന്ന എല്ലാം കെട്ടി താത്തേക്കാനാവാ. ഇവിടെ വലിയ പാടാ സ്വർഗത്തിൽ പാൽ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, കൈയടിക്കാൻ എളുപ്പമാണ്, സ്വോത്രാഴ്ചയുടെ എളുപ്പമാണ്. പാസ്റ്ററെ വിശ്വാസി പാസ്റ്ററെ കാണിക്കാൻ അഭിനയിക്കുന്നു, പാസ്റ്റർ വിശ്വാസിയെ അഭിനയം എല്ലാം പൊട്ടും. സ്തോത്രം. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, ലോകത്തിൽ എവിടെ അഭിനയിച്ചാലും ഒരു കുഴപ്പമില്ല, ദൈവത്തിൻ്റെ അടുക്കൽ അഭിനയിക്കരുത്. അഭിനയിച്ച അവൻ നിന്നെ അഭിനയം പഠിപ്പിക്കും. യാക്കോബായിരുന്നു ഈ ബൈബിളിലെ ഏറ്റവും വലിയ അഭിനയക്കാരൻ. പുള്ളി ഒരു അഭിനയം നടത്തി വെച്ച് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഞാൻ ഏഷാവാന്ന് പറഞ്ഞ് സൗണ്ടൊക്കെ മാറ്റി ബാസൊക്കെ കൂട്ടി സ്തോത്രം ഈ കയ്യേല് ആട്ടിരോമൊക്കെ വെച്ച് കെട്ടി വെച്ച് എന്ന് പറഞ്ഞു, ഞാൻ ആരാ?
ഏശാവാ. അനുഗ്രഹം പ്രാപിച്ച് പോയപ്പം പറഞ്ഞു, അയ്യോ ഞാൻ പോയ വഴിക്ക് തിരുവനന്തപുരം ചർച്ചിൽ കയറി യോഗം കൂടിയച്ചാ പോയെ. അയ്യോ ദൈവമേ, എനിക്കൊരു അനുഗ്രഹം കിട്ടിയല്ലോ, ഗ്ലോറി. പക്ഷെ ചെന്ന് കയറിയത് അനുഗ്രഹത്തിൻ്റെ കലവറയല, സോറി അഭിനയത്തിൻ്റെ കലവറയല. ഒരുത്തിയെ പെണ്ണ് കാണിച്ചു വേറെ ആളെ കൊണ്ട് കെട്ടിച്ചു. അതുകൊണ്ട് മിണ്ടുന്നില്ല. രാവിലെ വീട്ടിൽ ചെന്നപ്പോൾ ലഡു കൊടുത്തുമായിട്ട് മഞ്ഞസാരി ചുറ്റി വന്ന പെണ്ണ് വേറെ, കെട്ടാൻ വന്നപ്പോൾ പെണ്ണ് വേറെ. മൊത്തം അവനെ അഭിനയം എന്താന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാനൊരു സത്യം നിന്നോട് പറയാം, ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിയാൽ ചൊവ്വ ഇറങ്ങണം. അല്ലെ ഇടർച്ച വരുത്തിയ തിരികല്ലിൻ്റെ കാര്യം മറക്കരുത്. കർത്താവിന് സ്തോത്രം. അത് നിങ്ങൾക്ക് മനസ്സിലാകാനാ ഇതൊക്കെ. ചിലരെയൊക്കെ തലയിൽ എന്നേ കഴുത്ത തിരികല്ല് കെട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുക. മഹാദയ കൊണ്ട് നിർത്തിയിരിക്കുക. തിരികല്ല് എടുത്ത് വെച്ചതാ, പിന്നെ വേണ്ടാന്ന് വെച്ചതാ. സ്തോത്രം. നിങ്ങളിൽ ഒരാൾക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം. 6-ാമത്തെ വാക്യം, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തിന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവന് ആരെങ്കിലും ഒരാൾ ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ ആയുസ് പൊങ്ങാത്ത പോലെ താത്തേക്കണം. അപ്പൊ ഈ ഇടർച്ച വരുത്തുന്നതിനെയൊക്കെ ദൈവം അനുഗ്രഹിക്കാത്ത രഹസ്യം എന്താ? തമ്പുരാൻ തിരികല്ലെ കെട്ടിയില്ലെന്നേ ഉള്ളൂ, അങ്ങ് താത്തിട്ടേക്കുക. ആയുസ് പൊങ്ങുകയല്ല പിന്നെ. അപ്പൊ അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നാട്ടുകാരെയും പഞ്ചായത്തുകാരെയും എല്ലാം വിളിച്ചിളക്കി നടക്കുന്ന ആ പരിപാടി നിർത്തിയിട്ട് സ്വയമായിട്ട് ദൈവസന്നിധി താഴണം. ഇനി താഴോട്ട് വായിക്കുമ്പോൾ അടുത്ത വാക്യത്തിൽ നിങ്ങൾക്ക് ഇടർച്ചയായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റണം. അത് താഴോട്ട് വായിച്ചേ. നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ, എത്ര പ്രാർത്ഥിച്ചിട്ടും നിന്റെ കൈ കൊള്ളരുതാത്ത സ്ഥലത്തോട്ടും കൊള്ളരുതാത്ത വഴിയിലോട്ടും പോകുന്നെങ്കിൽ ഓർത്തോണം, അത് വെട്ടിക്കളഞ്ഞാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. രണ്ട് കൈയും രണ്ട് കാലും. യോഗം കഴിയുമ്പോൾ ആരും ചെന്ന് കൈ വെട്ടണമെന്നല്ല അതിനർത്ഥം. ഞാൻ പറഞ്ഞു തരാം. നീ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതെന്തോ ചെയ്യണം? വെട്ടി. നാളെ ഒരാൾ എന്നോട് വന്നു, ഞാൻ പാസ്റ്ററെ ഈ കൈ ഒന്ന് പിടിച്ച് പ്രാർത്ഥിച്ച്. ഞാൻ ചോദിച്ചു എന്തിനാ മോനെ? സ്തോത്രം, എനിക്ക് അരീശം കയറിയാൽ ഞാൻ എൻ്റെ ഭാര്യയെ തല്ലുന്ന കയ്യാ, പാഷക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞു സൗകര്യമില്ല. കണ്ടോ, മിണ്ടുന്നില്ല. പിന്നെ അവനിങ്ങനെ എല്ലാ പാഷമാർക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ, കയ്യെ പിടിച്ചോണ്ട് ഭാര്യയെ തല്ലാതിരിക്കുക. ഞാൻ പറഞ്ഞു കൊണപ്പെട്ടാ തല്ല് നിർത്തും. സ്തോത്രം. ഇനി അടുത്ത വാക്യം കേട്ടെ. നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. എനിക്ക് ബാറിൽ പോകണ്ടെന്ന് ആഗ്രഹം, പക്ഷെ അവിടെ ചെല്ലുമ്പം തമ്പാനോട് ചെല്ലുമ്പോ അറിയാതെ എന്നെ കാലേൽ ആരോ അങ്ങ് വലിക്കുക. കർത്താവ് പറയുക, രണ്ട് കൈയും രണ്ട് കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ, പൊന്നുമോനെ രണ്ട് കൈയുള്ളവനായി രണ്ട് കാലുള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കിടക്കുന്ന നിനക്ക് നന്ന്. ജീവനിൽ കിടക്കുന്ന നിനക്ക് ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരവാ. സ്വർഗത്തെ പറ്റി ചോദിച്ചതേ ഉള്ളൂ. കേട്ടോ. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ, നിന്റെ കണ്ണ് അത്രയും കയ്യും കാലും പറയുമ്പോൾ നിങ്ങൾ അവിടുത്തെ രക്ഷപ്പെട്ടെന്നില്ല. തമ്പുരാന് ഈ മെയിൻ പ്രോബ്ലം ഉള്ള പ്രശ്നങ്ങളെ അറിയാം. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. ഞാൻ ജീസസ് വോയിസ് തുടങ്ങിയ സമയത്ത് സ്തോത്രം, ഇടയ്ക്കിടയ്ക്ക് ഒരു പുള്ളിക്കാരൻ ഒരു സൈഡിലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ വെക്കും. ഞാൻ അവിടുത്തെ കണ്ണിൻ്റെ കാഴ്ചക്കുറവാണ്. സ്തോത്രം. ഇങ്ങനെ ഒരു ദിവസം യോഗം കഴിഞ്ഞ ഒരു പെങ്കൊച്ചു എന്ന് പറഞ്ഞു, ഭാഷ ഇവിടെ വരുന്ന ഒരു പള്ളി കൂടെ ആലുവായി എന്നാ വരുന്നേ. സ്തോത്രം. എന്നെ കാണുമ്പോഴല്ലേ ഇങ്ങനെ കാണിക്കും. ഞാൻ പറഞ്ഞു കള്ളുവേന വല്ലതും ഉള്ളതുകൊണ്ടായിരിക്കും കാണിക്കുന്നത്. ഇനി ഇങ്ങനെ കാണിക്കുന്നവനോട് ഞാൻ ചോദിച്ചു, എന്തുവാ ബ്രദറിന്റെ കണ്ണിന് വല്ല പ്രോബ്ലം ഉണ്ടെ പ്രാർത്ഥിക്കാനാ? പുള്ളി എന്നോട് ചോദിക്കുക, എൻ്റെ കണ്ണിൻ്റെ പ്രോബ്ലം പാസ്റ്റർക്ക് മനസ്സിലായില്ലയോ? ഞാൻ പറഞ്ഞു മനസ്സിലായി. ഒരു ചെറുക്കനൊരിക്കൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഹിന്ദി പഠിക്കാൻ പ്രാർത്ഥിക്കണമെന്ന്. എന്തുവാ? ഞാൻ ചോദിച്ചു എന്നാടാ ഹിന്ദി പഠിക്കാൻ അപ്പോഴേ എൻ്റെ ഉള്ളി കത്തിയെ. ഇപ്പം ലൈന് ഹിന്ദിക്കാരിയാ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ എന്തോ ചെയ്യണം? നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. അതിനർത്ഥം എന്നാ? നിന്റെ സ്വർഗത്തിൽ പോകാൻ നിനക്ക് ഇടർച്ച എന്തെന്ന് നിനക്ക് തോന്നുന്നു അതിനെ നീ മരവിപ്പിക്കണം. അതാ യഥാർത്ഥ അർത്ഥം. അല്ലാതെ യോഗം കഴിഞ്ഞിട്ട് കൈ എനിക്ക് ഇടർച്ച ചെയ്യുക, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ചെന്നിട്ട് ആ കൈ അങ്ങ് മാറ്റുകയല്ലേ, വലിയ അഹങ്കാരം ഇനി വേണ്ടാന്ന് പറഞ്ഞ ആളെ ആരെയും കൈ വെട്ടുന്ന കാര്യം അല്ല പറഞ്ഞേക്കുന്നത്.
നിനക്ക് മനസ്സിലായി, നിനക്ക് എന്ത് ഇടർച്ച വരും. അപ്പം നീ വേറൊരാൾക്ക് ഇടർച്ചയാകരുത്. നിന്റെ നിത്യതയ്ക്ക് നിന്റെ ചില അവയവം നിനക്ക് ഇടർച്ചയാകരുത്. കർത്താവ് ചൂണ്ടിക്കാണിക്കുക. ഇനി നമുക്ക് വളരെ വേഗം മുമ്പോട്ട് പോകാം. അവിടെ നിന്ന പറ്റത്തില്ല, പ്രസംഗത്തിലേക്ക് വരണമല്ലോ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇനിയും അതിന്റെ 14-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു നോക്കിയാൽ എന്താ കർത്താവ് ഇങ്ങനെല്ലാം പറയാനുള്ള. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത്. 12 മുതൽ അങ്ങ് വായിച്ചു. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അവയിൽ ഒന്ന് തെറ്റി ഉഴന്നു പോയാൽ 99 വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99 അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. 100 ആടിൽ ഒന്ന് നഷ്ടപ്പെട്ടു, 99 വിട്ടേച്ച് ഒന്നിനെ തേടി വരിക, അതിനെ തിരിച്ചു കൊണ്ടുവന്ന് പറയുകയാണ്, അദ്ദേഹത്തിന് സ്വതന്ത്രം, ഈ ഒന്ന് പോലും നശിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. നീ നശിക്കാൻ ഇഷ്ടമില്ല, നിന്റെ അവയവങ്ങൾ നശിക്കാൻ ഇഷ്ടമില്ല, ഈ ഒന്നും നശിക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ല. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഒന്ന് ശിശുവിനെ പോലാകണം, 2 ശിശുവിനെ പോലെ താഴ്മ ധരിക്കണം. നിങ്ങൾ മറ്റൊരാൾക്ക് ഇടർച്ചയാകരുത്, നിങ്ങൾക്ക് തന്നെ ഇടർച്ചയാകരുത്. നിങ്ങളിൽ ഒരാൾ പോലും. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയ ഒരാത്മാവിന്റെ വില ഭൂലോകത്തെക്കാട്ടിലും, മനസ്സിലായോ? നീ ഇരിക്കുന്ന ഈ പഞ്ചായത്ത് ഹോളിനേക്കാൾ വില നിനക്കൊരാൾക്കുണ്ട്. ഈ ഭൂലോകത്തെക്കാൾ വിലയുണ്ട്. അതുകൊണ്ടാണ് ഒരാത്മാവിന് വേണ്ടി നിങ്ങൾ കേട്ടോ, നാളെ പരസ്യത്തിന് ഇറങ്ങുക. എന്തിനാ? ഒരാത്മാവിനെ നേടാൻ. ഓ ഹല്ലേലൂയ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ആർക്കും ഇടർച്ചയാകരുത്. ദൈവത്തിന് എല്ലാവരും വിലയേറിയവരാണ്. ഇനി ദൈവത്തിന് സ്തോത്രം. ആ ഭാഗമെല്ലാം ഞാൻ വിടുക. കർത്താവിന് സ്തോത്രം. ഇനി 15-ാമത്തെ വാക്യം, ഈ കടുപ്പമുള്ള വാക്യത്തിലോട്ട് വരുക. എന്നിട്ട് വേണം നമുക്ക് ഇന്ന് വായിച്ച 19-20 വാക്യങ്ങൾ വായിക്കാൻ. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രം ഉള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാകേണ്ടതിന് 2-3 പേരെ കൂട്ടിക്കൊണ്ട് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. മതി. അത് ഈ സഭയുടെ അച്ചടക്ക നടപടിയാണ്. ഒരാൾ പിഴച്ചാല് സഭയായിട്ട് അവനെ വിലക്കുമല്ല, അവനെ തന്നെ ചെന്ന് ബോധവൽക്കരിക്കണം. ബ്രദർ ചെയ്യുന്നത് ശരിയല്ല, ഞാൻ ചെയ്താൽ നിങ്ങൾ എന്തോ ചെയ്യും? ഞങ്ങൾ എന്തോ ചെയ്യാനോ? പോലീസ് നിയമമൊന്നും ഇല്ലല്ലോ, നീ തന്നെ അനുഭവിക്കും. അപ്പൊ ചെയ്യരുതെന്ന് പറയുന്നത് എന്തിനാ? സ്തോത്രം, നിന്റെ നന്മയ്ക്കാ. ഒരു നല്ല ആമയും പറഞ്ഞാട്ട്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പണ്ട് ഒരു പേരൻസ്, ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ, ഒരു ചർച്ചയിൽ ശുശ്രൂഷിക്കുമ്പോൾ ആ ചർച്ചിൽ ഒരു പെങ്കൊച്ചു ഒരു ചെറുക്കനും കൂടെ കയ്യെ പിടിച്ചുകൊണ്ട് പോന്നേ കണ്ടു. സഭയിലൊരു വിശ്വാസി ആ പുള്ളിക്കാരത്തിയോട് പറഞ്ഞു, അച്ഛൻ മോളെ ഒരു പയ്യനും കൂടി ഇങ്ങനെ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, സിസ്റ്റർ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോളെ നീ ശ്രദ്ധിക്കണ്ട, നിൻ്റെ മോളെ നീ ശ്രദ്ധിച്ചാൽ മതി, എൻ്റെ മോളെ മിടിക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം. ആ പുള്ളിക്കാരത്തി പറഞ്ഞു, എന്നാൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു അങ്ങ് ക്ഷമിച്ചേക്കാൻ പറഞ്ഞു. സ്തോത്രം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം സ്തോത്രം ഇവൾ കരഞ്ഞുകൊണ്ട് വന്ന് ഇവിടെ കൈക്ക് പിടിച്ചു വെച്ച് പറഞ്ഞു, നീ പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റെടുത്തില്ല, മോടെ കല്യാണം 3 മാസം മുമ്പേ കഴിഞ്ഞായിരുന്നു, ഞാൻ ഇന്നലെ അറിഞ്ഞ്. ആ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞത് അമ്മ അറിഞ്ഞത് 3 മാസം കഴിഞ്ഞാ കണ്ടോ. ഞാൻ പറഞ്ഞത് തന്നെ സാരം മനസ്സിലാക്കണം. കർത്താവിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ചിലത് ഉപദേശിക്കുന്നത് ഉപദേശിക്കുന്ന ആടെ ഗുണത്തിനല്ല, നിങ്ങളുടെ ഗുണത്തിനാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. പണ്ട് കൊയറിലൊരു ഒരു മോനുണ്ടായിരുന്നു. അവൻ ലേറ്റായി വന്നപ്പം കൊയർ ലീഡർ പറഞ്ഞു, ലേറ്റായി വന്നുകൊണ്ട് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കൊയർ ലീഡർ പറഞ്ഞു, ലേറ്റ് വന്നുകൊണ്ട് കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നാളെ കയറിയാൽ മതി, അടുത്ത ആഴ്ച കയറിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ചെറുക്കന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ അപ്പൻ ചോദിച്ചു, നിന്നെ എന്താടാ കോരി കയറ്റാ? ഞാൻ അപ്പം പറഞ്ഞു, ഇന്നതാ ഞാൻ ലേറ്റായി പോയതുകൊണ്ട്. നിന്നെ കൊയറി കയറാതെ അടുത്ത ആഴ്ച കൊയർ നടക്കുന്നത് എനിക്കൊന്ന് കാണണം. സ്തോത്രം. ആ ഞായറാഴ്ച അപ്പനും അമ്മയും കൊച്ചും വന്നില്ല. സ്തോത്രം. അപ്പം ഞാൻ അവരെ വിളിച്ചു, ബ്രദറെ എന്നാ യോഗത്തിന് വരുന്നത്. അപ്പം എൻ്റെ കൊച്ച് വന്നപ്പോൾ എന്തുകൊണ്ട് കൊയറിൽ കയറ്റിയില്ല? അപ്പം ഞാൻ കൊയർ ലീഡറെ വിളിച്ചപ്പം പറഞ്ഞു, യോഗം തുടങ്ങി ആരാധന കഴിഞ്ഞ് 35 മിനിറ്റ് കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ അവൻ അടുത്ത ആഴ്ച ഓർക്കാൻ വേണ്ടി ഈ ആഴ്ച കയറ്റാഞ്ഞ്. സ്തോത്രം. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു, അച്ഛാ ഇതുപോലെ അവൻ 35 മിനിറ്റ് ലേറ്റ്, സമയം നോക്കിയാന്നോ എല്ലാവരും പാടുന്നേ, സമയം നോക്കിയാന്നോ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഇനി അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ തീരുമാനമെങ്കിൽ അങ്ങനെ, അല്ലാതെ അച്ഛൻ വരണം, അച്ഛനാണ് സഭയുടെ നടുന്തൂണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല.
അത് എൻ്റെ ഒരു രീതി അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പറയാൻ. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവനെ അടിച്ച് വീലൂരി ചെറുക്കൻ ഇങ്ങനെ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ വന്നു ഫയറിൽ നിന്ന് ഇറങ്ങിയതാ. അവന് വളമ്പിച്ചു കൊടുത്ത അപ്പന. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ഒരു ചർച്ചിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊരു കൂട്ടായ്മയിൽ പോയാൽ ലീഡർഷിപ്പ് പറയുന്നത് കേട്ടിരിക്കണം. കേട്ടാലേ നിങ്ങൾക്ക് വളരാൻ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നും ഇങ്ങനെ ഇരിക്കും. ഇപ്പോഴേലും 2 സ്തോത്രം പറഞ്ഞല്ലോ, മതി. അപ്പം നിങ്ങളതിന് ശ്രദ്ധി, ഇതല്ല ഈ ഭാഗത്ത് പറയാൻ പറ്റില്ല, ഇതിപ്പോൾ അടുത്തൊരു ഭാഗം എടുത്ത് പറയാൻ പറ്റത്തില്ല. ഇനി പ്രധാനപ്പെട്ട ഭാഗത്തോട്ട് വരിക. എന്നിട്ട് പറയുക, നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. തമ്മിൽ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. നിങ്ങൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? അടുത്തിരിക്കുന്ന ആളെ തൊട്ട് അങ്ങ് ക്ഷമിക്കണമെന്ന് പറ. ചിലർ പറയും ഞാൻ ക്ഷമിക്കും, ഞാൻ മറക്കത്തില്ല, ഞാൻ പൗലോമറ്റം വീട്ടിലെ പാപ്പച്ചൻ്റെ മോളാണ്, ഒരിക്കലും ഞാൻ എന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ല. ദൈവം ക്ഷമിക്കും. പക്ഷേ ഞാനൊരു സത്യം നിങ്ങളോട് തുറന്ന് പറയാം. സ്തോത്രം. എല്ലാം മറക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചിലർക്ക് ഇങ്ങനെ ഈ ഒമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെകിട്ടി വരും. ആ കാര്യം തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊരു വലിയ പിശാചിൻ്റെ പോരാട്ടമാണ്. എന്നിട്ട് കർത്താവ് പറയുന്ന ഭാഗത്തോട്ടാണ് നമ്മുടെ ചിന്തകളെ നമ്മൾ കൊണ്ടുവരുന്നത്. ആ എല്ലാ വാക്യവും ഞാൻ വായിച്ചില്ല. വായിച്ച വാക്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. നമ്മൾ വായിക്കാം. കർത്താവ് മത്തായി സുവിശേഷം 18-ാം അധ്യായം 19, 20 വാക്യങ്ങൾ. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്നായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയും. നല്ല വചനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ട് ആദ്യം കർത്താവ് പറഞ്ഞു, സ്തോത്രം, സ്വർഗത്തിൽ പോകാൻ നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെയാകണം. ഇനി സ്വർഗത്തിൽ വലിയവനാകാൻ ശിശുവിനെ പോലെ താഴ്മയുള്ളവനാകണം. നിങ്ങൾ മറ്റൊരാൾക്ക് ഇടർച്ചയാകരുത്, നിങ്ങൾക്ക് തന്നെ ഇടർച്ചയാകരുത്. കർത്താവിന് സ്തോത്രം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറിയ ഒരാത്മാവ് പോലും എനിക്ക് വളരെ വിലയേറിയതാ. ആരും നശിക്കാൻ കർത്താവ് അനുവദിക്കുന്നില്ല. നശിച്ചു പോകുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. കർത്താവ്, എനിക്ക് ഇഷ്ടമല്ല നശിക്കുന്നത്, നീ കൃപയിൽ നിൽക്കണമെന്ന് തന്നെയാ. എന്നിട്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ക്ഷമിക്കാൻ പഠിക്കണം. പത്രോസ് ചോദിച്ചിട്ടുണ്ട്, കർത്താവെ എത്ര വട്ടം ക്ഷമിക്കണം? ആ വാക്യം കണ്ടോ? അപ്പോൾ പത്രോസ്, എത്രാമത്തെ വാക്യം? 21-ാം വാക്യം. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവെ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. 70 വട്ടമല്ല, ചാകുന്നിടം വരെ അങ്ങ് ക്ഷമിച്ചോണം. കാൽക്കുലേറ്ററിലൊന്നും എഴുതണ്ട, ഞാൻ ജനുവരി 5-ാം തീയതി ക്ഷമിച്ചു, 7-ാം തീയതി ക്ഷമിച്ചു. വേണ്ട, നീ ചാകുന്നിടം വരെ ക്ഷമിച്ച് പഠിച്ചോണം. പ്രാർത്ഥിക്കുന്നവൻ ക്ഷമിക്കാൻ പഠിച്ചാൽ ജയിക്കാൻ തുടങ്ങിയെന്നാ. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് ക്ഷമിക്കാൻ പഠിക്കണമെന്ന് പറ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. കണ്ടോ, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ധൈര്യം കണ്ടോ? കാണാൻ രൂപങ്ങളില്ലെങ്കിലും അതിന്റെ നടുവിൽ തേജസ്കരിക്കപ്പെട്ട ദൈവപുത്രൻ ആ പ്രാർത്ഥനയുടെ നടുവിലുണ്ട്. ഇന്ന് ഈ പ്രാർത്ഥനയുടെ വിശേഷത എന്താ? ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒന്നുമില്ല, ഒരു സ്ക്രീൻ മാത്രമേ ഉള്ളൂ. ഒരു പ്രസംഗ പീഠമേ ഉള്ളൂ, ഒരു കീബോർഡേ ഉള്ളൂ, ഒരു പാട്ടുകാരനേ ഉള്ളൂ, ഒരു പ്രസംഗകനേ ഉള്ളൂ. അതൊന്നുമല്ല ഇവിടെ കാണാനുള്ളത്. ഇതിന്റെ നടുവിൽ ഒരുവനുണ്ട്. ഓ ഹല്ലേലൂയ. ഒരു പൂ വിടരുമ്പോൾ അതിന്റെ സ്മെൽ ആസ്വദിക്കാൻ കഴിയുന്ന പോലെ പ്രാർത്ഥിക്കുന്നവന് ദൈവ സാന്നിധ്യം അനുഭവിക്കാം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇതിന്റെ നടുവിൽ ദൈവമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഈ ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, പല പ്രയർ ഉണ്ട്. ഒന്നാമത്തെ പ്രയർ വ്യക്തിപരമായ പ്രാർത്ഥന, ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന. രണ്ടാമത് യേശു പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഐക്യമത്യം വേണം. എന്താ വേണം? അവിടോട്ടാണ് ഞാൻ ദൂത് വരാൻ പോകുന്നത്. ഐക്യമത്യം വേണമെങ്കിൽ 2 പേരുണ്ടാകണം, അവർക്ക് ഒരുമയുണ്ടാകണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു കേട്ടോ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് ദൈവം കണ്ടു. മനുഷ്യൻ
ഏകനായിരിക്കുന്നത് നന്നല്ല. ഒരാമയും വരുന്നില്ല. ഇപ്പോൾ ഒരു മാസം, ഈ ജനുവരി മാസം എനിക്ക് ഇത്രാം തീയതി, ഇന്നിപ്പം എനിക്ക് തോന്നുന്നത് ഓർമ്മയെ ശരിയാണെങ്കിൽ 13-ാം തീയതി. ഈ 13 ദിവസത്തിനകത്തോ 25 പേര് എന്നോട് പറഞ്ഞു, മോന് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല, മോക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല, പ്രാർത്ഥിക്കണം. അവർക്കെല്ലാം സിംഗിളായിട്ട് ജീവിക്കാനാണല്ലേ, ഒറ്റയ്ക്ക് ജീവിക്കാം. ഹല്ലേലൂയ, അതാ നല്ലേ. പക്ഷെ ദൈവം പറഞ്ഞു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഒരിക്കലും ഒരു പെൺകുട്ടി എൻ്റെ അടുക്കൽ വന്നു, എന്നോട് പറഞ്ഞു പേരൻസ് ഭയങ്കരമായിട്ട് വിവാഹത്തിന് നിർബന്ധിക്കുക. എനിക്കൊന്ന് ഒരു 25 വർഷം മുമ്പ്, സ്തോത്രം, വിവാഹത്തിന് നിർബന്ധിക്കുക. എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ല. ഞാൻ ആ പെൺകുച്ചിനോട് സംസാരിച്ചു, മോളെ, നീ ഒരു മകനെ കല്യാണം കഴിച്ചു, നിനക്കുണ്ടാകുന്ന കുഞ്ഞ് ലോക സുവിശേഷീകരണത്തിലുള്ള ഒരു ദൈവവൃത്യനാണെങ്കിൽ നീ അടയ്ക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ആ പെങ്കൊച്ച് മുട്ടുകുത്തി നിലത്ത്, അയ്യോ ഞാൻ ഇപ്പോൾ തീരുമാനം മാറ്റുന്നു. അവർക്ക് 3 പിള്ളേരെ കൊടുത്തു. സ്തോത്രം, അവരിപ്പോ USA മൂത്ത മകൻ ബൈബിൾ കോളേജിൽ പഠിക്കുക. ഇപ്പോ എന്നെ കുറച്ച് ദിവസം മുമ്പ് വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ അന്ന് ഓർക്കുന്നുണ്ടോ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ എനിക്ക് ഇന്ന് 3 കുഞ്ഞുങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം, മൂത്തവൻ വചനം പഠിക്കുക. ഒരാമയും പറയണം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ദൈവ പദ്ധതി ആരും ബ്ലോക്ക് ചെയ്യരുത്. ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ പ്ലാൻ ഉണ്ട്. പിശാച് അല്ലിന്ന് ഇവിടെ ജയിക്കേണ്ടത്, ദൈവം ജയിക്കണം. ഓ ഹല്ലേലൂയ. നമുക്ക് ഇച്ചിരി ഗഹനമായിട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ചോറ, ദൈവം നമ്മുടെ നടുവിലുണ്ടെന്ന് പറ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഫീൽ ചെയ്യുന്ന അറിയത്തില്ല. സ്തോത്രം, അനിൽ പാസ്റ്റർ ഇപ്പോഴാ പ്രസംഗിക്കാൻ വന്നേ. സ്തോത്രം, അനിൽ ബ്രദർ പാടാൻ വന്നത് വർഷിപ്പിന് അല്പം മുമ്പാ. അതിനു മുമ്പ് ഇവിടെ പാസ്റ്റേഴ്സ് വന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ നിങ്ങളോടെല്ലാം പറയാം, നിങ്ങൾ 2 പേർ വന്നപ്പോൾ കഴിഞ്ഞ് 3ാമത് വന്നത് യേശുവാ. ഹല്ലേലൂയ. കാര്യം 2 പേർ കഴിഞ്ഞ് 3ാമത് ഇവിടെ ഒരാൾ വന്നെങ്കിൽ അത് യേശുവാ. 2 or 3 പേർ ഒരാൾ ആരാധനയ്ക്ക് വരുമ്പോൾ ഓർത്തോണ്ടിരിക്കണം, ഞാൻ വന്നത് ഒരു ഓഡിറ്റോറിയത്തിലല്ല, മഹാദൈവ കൃപ 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 ഉള്ളിലൊരു തീ ആളിക്കത്തട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് ഇന്നിവിടുത്തെ യോഗത്തിന്റെ വിശേഷത, 46 സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 5-ാം വാക്യം, ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, അത് ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. സങ്കീർത്തനക്കാരൻ പറയാം, ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല, കുലുങ്ങിപ്പോകയില്ല. ഒരാമയും പറഞ്ഞാട്ട് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ദൈവം നിന്റെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ ഒരു ശക്തി നിന്നെ കുലുക്കത്തില്ല. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ ആരാധിക്കുന്ന നിന്നോട് ആരൊക്കെ ദോഷം ചെയ്തിട്ടും, ആരൊക്കെ നിന്നെ പ്രാഗിയിട്ടും, ആരൊക്കെ നിന്നെ തകർത്തിട്ടും നീ തകരാത്തതെന്നാണ്, ദൈവം നിന്റെ മധ്യേ. നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം എന്തുവാ? ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. അടുത്തിരിക്കുന്ന ആളെ തൊട്ടു പറ, ദൈവം നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് പറ. പൗലോസ് പറയാം, മധ്യത്തിലല്ല, രക്ഷിക്കപ്പെട്ടവരുടെ ഹൃദയത്തിൽ ദൈവമുണ്ട്. അതതിന്റെ അടുത്ത ലെവലാണ്. സ്തോത്രം. ഇനി നിങ്ങൾ ഒരു പ്രവചന ഭാഗം വായിച്ചേ, സെഫന്യാവിന്റെ പ്രവചനം 3-ാം അധ്യായം എടുത്തേ. സ്തോത്രം സ്തോത്രം. 15-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചേ. ഹല്ലേലൂയ. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി, യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി, നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു, നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അടുത്ത കേട്ടോ, ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു, നിന്റെ മധ്യേ ഇരിക്കുന്നു. ഒരാമയും പറഞ്ഞാൽ, ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു, നമ്മുടെ മധ്യത്തിൽ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനിയും നീ അനർത്ഥം കാണുകയില്ല. ഒരാമയും പറഞ്ഞാട്ട്, ഇനിയും നീ എന്ത് ചെയ്യത്തില്ല? അനർത്ഥം കാണുകയില്ല. അനർത്ഥം ഇന്ന് പകൽ നിന്റെ വീട്ടിൽ വരുത്തുമെന്ന് പറഞ്ഞ പല അനർത്ഥങ്ങളും ഇന്ന് പകൽ ഒഴിഞ്ഞു പോകും. യഹോവ നിന്റെ മധ്യ. ഓ, ഞാന് പറയേണ്ടതല്ല, എന്നാലും ഒരു ആത്മനിയോഗത്തോടൊരു ദൂത് പറയട്ടെ. നമ്മുടെ ഏറ്റവും വലിയൊരു ഉറപ്പ്, ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്.
ഇനി ഒരാത്മികത, പ്രതിസന്ധി വരുമ്പോൾ നിനക്കും പ്രതിസന്ധിക്കും മധ്യത്തിൽ ദൈവമുണ്ട്. ഒരാമയും പറഞ്ഞാട്ടെ. ചില വെല്ലുവിളികൾ വരുമ്പോൾ നിനക്കും വെല്ലുവിളിക്കും മധ്യത്തിൽ ദൈവമുണ്ട്. ഞാനൊരു വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഈ വാക്യത്തിൽ അത് വായിക്കേണ്ട വാക്യമല്ല, പക്ഷേ ദൈവം മധ്യത്തിലുണ്ടെന്ന് മാത്രമല്ല, വെല്ലുവിളി വരുമ്പോൾ വെല്ലുവിളിയുടെ നടുവിലും ദൈവമുണ്ട്. ഈ പുറപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. 14-ാം അധ്യായം 19-20 വചനങ്ങൾ. ഹല്ലേലൂയ. എൻ്റെ ആത്മീയ ആവേശം കൊണ്ട് ഞാൻ വായിച്ചു പോകുന്ന വാക്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുൻപായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുൻപിൽ നിന്ന് മാറി പിൻപിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. സൈന്യങ്ങളുടെ യഹോവ അവരുടെ മധ്യേ വന്നു. ഇന്ന് പകൽ വെല്ലുവിളിക്കും നിനക്ക് മധ്യത്തിൽ ഒരുവൻ നിപ്പുണ്ട്. ഒരാമയും പറഞ്ഞാട്ട്. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പകൽ പ്രതിസന്ധി വരുമ്പോൾ നീ പറയണം, അതിന്റെ മധ്യത്തിൽ ദൈവമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കടിച്ചു കീറുന്ന സിംഹം ദാനിയേലിന്റെ മുമ്പിൽ വന്നു. വചനം ശ്രദ്ധിച്ചോ? ദാനിയേലിനും സിംഹത്തിനും ഇടയിൽ ദൂതന്മാരുടെ കരങ്ങൾ ചലിക്കുക എന്ന് പറഞ്ഞ സിംഹങ്ങളുടെ വായെ അടച്ചു. ഞാൻ ഇന്ന് വിട്ടിരിക്കുന്ന ചിലരോട് പറയാം, അലറി വരുന്ന ദുഷ്ടശക്തികൾ നിനക്കെതിരെ പാഞ്ഞു വരുമ്പോഴും അതിന്റെ നടുവിൽ ആരുണ്ട്? യേശുവിന്റെ നാമത്തില് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ലാബാൻ കലിതുള്ളി യാക്കോബിന്റെ പുറകെ വരുമ്പം അന്ന് രാത്രി ലാബാന്റെ കൂടാരത്തിൽ വന്ന് ദൈവം പറഞ്ഞു, എന്റെ ദാസനായ യാക്കോബിനോട് ഗുണമോ. പ്രതിസന്ധി വരുമ്പം ദൈവം നടുവിലല്ല, നിനക്കും പ്രതിസന്ധിയുടെ മധ്യത്തിലാ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്നിവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്കെതിരെ വ്യാപരിക്കുന്ന ഏതു ശക്തിക്ക് നടുവിൽ എൻ്റെ ദൈവം ഉണ്ടെന്ന്. അപ്പം 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 18-19 വായിച്ചു. ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ. ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഓക്കെ ആയിരുന്നു. ഇനിയും പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. ഭൂമിയിൽ വെച്ച് നിങ്ങൾ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ. 2 പേരെന്ത് ചെയ്താൽ ഐക്യമത്യപ്പെടണം. നിങ്ങൾക്കറിയോ, എങ്ങും ഇല്ലാത്ത വഴക്ക് സന്ധ്യക്ക് 7 മണിയാകുമ്പോൾ തുടങ്ങും. എന്തിനാണെന്നറിയോ? അന്ന് വൈകിട്ട് കുടുംബ പ്രാർത്ഥന നടക്കരുത്. ഒരിക്കലും വരാത്ത ഫോൺ കോള് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ വരും. ഇനി എങ്ങാണ് ഇരുന്നാലും സ്തോത്രം, ഒരു കൈ തോണ്ടിക്കൊണ്ടും മറ്റേ കൈ പ്രാർത്ഥിക്കുന്ന ആൾക്ക് കൈ കൊടുത്തോണ്ടും ഇരിക്കും. ഇങ്ങനെ ഒറ്റ കൈ കൊണ്ടൊക്കെ തോണ്ടാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ പ്രശ്നം? നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിടുതൽ എവിടാ നഷ്ടപ്പെട്ടെ? കൂടാരത്തിനകത്തെ ഐക്യതയാ. ഈ പിശാചിന്റെ വലിയൊരു തന്ത്രം പറയാം. ഭർത്താവ് വെച്ചൊരു സാധനം ഭാര്യ അവിടുന്ന് വേറൊരാൾ വരുമ്പം തട്ടി വീഴാതിരിക്കാൻ അങ്ങോട്ട് മാറ്റി വെച്ചാൽ അത് ഭർത്താവിന് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ വെച്ച സാധനം എൻ്റെ വീട്ടിൽ, എൻ്റെ പേരിൽ കരം തീർന്ന ഭൂമിയിൽ, ഞാൻ പണിത വീട്ടിൽ നിന്നോട് ആര് പറഞ്ഞ് മാറ്റി വെക്കാൻ? അവിടെ മിണ്ടുന്നില്ലല്ലോ. അവനെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ഭാര്യയുടെ ഗതികേട് നോക്കി. ശ്രദ്ധിക്കണം. എങ്ങനായാലും വേണ്ടിയല്ല എന്തു ഉണ്ടാവാൻ പറ്റത്തില്ല ഐക്യത. 2 പേർ ഒന്നിച്ചിരുന്ന് എവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെ അനുഗ്രഹം ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ചില കുടുംബങ്ങൾക്കകത്തെ ഐക്യതക്കേടിനെ ഇന്നൊന്ന് ബ്രേക്ക് ചെയ്യാൻ പോവാ. ഒരുമയില്ലായ്മ,
നിന്റെ കൂടാരത്തെ തകർത്തോണ്ടിരിക്കുക. രണ്ടുപേർ യാചിക്കാൻ ബൈബിള് പറയാം, നിനക്ക് ആ വിടുതൽ ലഭിച്ചിരിക്കും. ഓ, എന്നോട് ദൈവം പറഞ്ഞു, ഇന്നത്തെ ദൂതിനകത്ത് പൈശാചിക തന്ത്രങ്ങൾ പൊളിഞ്ഞു വീഴാൻ പോവുകയാ. കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന, പ്രാർത്ഥനാ ജീവിതത്തെ തടയുന്ന സകല പോരുകളും ഐക്യമത്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരുമപ്പെടുക, ഒരേ മനസ്സുള്ളവരാകുക. എന്തുവാ? ഞാൻ തുറന്നു പറയാം, പത്രോസും യോഹന്നാനും ഒരുമപ്പെട്ടപ്പം സുന്നനം ദേവാലയ ഗോപുര വാതിക്കൽ രോഗശാന്തി നടന്നു. ആമേൻ. പത്രോസ് പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാൻ മനസ്സിൽ പ്രാർത്ഥിക്കുക, കർത്താവ് ഇപ്പോൾ ഒന്നും നടക്കരുത്, ഇവൻ്റെ പ്രയർ കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്വയം പൊങ്ങികളുണ്ട്. എന്താ പറഞ്ഞാലും അവർ പറയും, ഞാൻ പ്രാർത്ഥിച്ചിട്ടാ. എൻ്റെ മോനെ, ഞാൻ സത്യം പറയാം, ഒരു മരത്തിനിട്ട് ഒരുത്തൻ 3 ദിവസം കൊണ്ട് വെട്ടുക മഴുവിന്. 3-ാമത്തെ ദിവസം 3 ദിവസം വെട്ടിയവന് തലവേദന വന്നു. 4-ാമത്തെ ദിവസം വേറൊരു താളാ വന്ന് വെട്ടിയേ. അയാൾ ഒറ്റ വെട്ടിയപ്പോൾ മരം. പക്ഷെ 3 ദിവസം ഒരുത്തൻ വെട്ടി വെച്ചോണ്ടായി 4-ാമത്തെ വെട്ടിന് ഒത്തിരി പ്രയറാ. ഓ, നിന്റെ ലൈഫിന്റെ വിജയം. ഒരു ആമയും പറഞ്ഞു ഉണങ്ങണം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ഒരു മഹത്വം നീ എടുക്കരുത്. ആര് പ്രാർത്ഥിച്ചാലും പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, പ്രാർത്ഥനയിൽ ഐക്യത വേണം. പ്രാർത്ഥനയിൽ നല്ലൊരു പ്രാർത്ഥന നടത്തണമെന്ന് വിചാരിച്ചാൽ അന്ന് ആരേലും ഇടയും. ഒന്നീ അമ്മായിയമ്മയും മരുമോളും തമ്മിൽ കയറി കുരുക്കും, അല്ലെങ്കിൽ മോളും അമ്മയും തമ്മി. പുരുഷന്മാർ സാധാരണ വലിയ കുഴപ്പമില്ല, എന്നാൽ ഇളകിയാൽ ആനെ തളയ്ക്കാൻ എടുപ്പോ, അച്ഛനെ തളയ്ക്കാൻ വലിയ പാടാ. മിണ്ടുന്നില്ല. സ്തോത്രം. ചിലരിടയ്ക്ക് പറയും, എടാ, സുന്നലം ദേവാലയ ഗോപുരവാതിക്കലം മുടന്തൻ എഴുന്നേക്കാൻ 2 അപ്പോസ്തലന്മാർ ഐക്യമത്യപ്പെട്ടാൽ മതി. നിങ്ങൾ ബൈബിൾ നോക്കിയേ, ഐക്യത എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്. വലിയ പാടാ ഐക്യമത്യപ്പെടാൻ. ഒരാമയും പറഞ്ഞാട്ടെ. ഇന്നെങ്കിലും മനസ്സൊന്ന് ഒരുമപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുന്ന ഒരു സന്ദേശം, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ. നിങ്ങളുടെ ഇടയിൽ ഭിന്നത. പൗലോസിന്റെ കയ്യാൽ ഉരുവായ സഭയാ കൊരിന്തിലെ സഭ. അപ്പോസ്തലത്തിൽ 18 പൗലോസ് കൊരിന്തിലെത്തിയപ്പം അക്വിലാവും പ്രിസ്കില്ലയും താമസിക്കുന്ന വീട്ടിലാണ് ആര് താമസിക്കുന്നത്? പൗലോസ്. കാരണം അക്വിലാവിന്റെയും പ്രിസ്കില്ലയുടെയും ജോലി, ഈ അക്വിലാവും പ്രിസ്കില്ല കേട്ടിട്ടുണ്ട്, അതൊക്കെ കല്യാണത്തിന് വേണ്ടിയുള്ള അബ്രഹാമിനോടുകൂടെ സാറായെയും, ഇസഹാക്കിനോടുകൂടെ റെബേക്കയെയും, യാക്കോബിനോടുകൂടെ റാഹേലിനെയും, ബോവസിനോടുകൂടെ രൂത്തിനെയും, അക്വിലാബിനോടുകൂടെ പ്രിസ്കില്ലയും, ഇതൊക്കെയാണ് കല്യാണത്തിനെ കേട്ടിട്ടുള്ളൂ. യോജിപ്പിച്ച പോലെ ഈ കുടുംബത്തെ ദൈവം യോജിപ്പിക്കട്ടെ എന്നൊക്കെ ഉപദേശിമാർ പ്രസംഗിക്കുന്നു. അങ്ങനെയല്ല, അവര് കൂടാരപ്പണിയാ. പൗലോസും അവിടെ പാർത്തോണ്ട് അത് ഈ 18-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അങ്ങനെ പൗലോസ് 18 മാസം കൊരിന്തിൽ താമസിച്ചുകൊണ്ട് ആ കൊരിന്ത്യ സഭ ഉടലെടുത്തേ. ആ സഭയുടെ ലെവലിൽ നോക്കണം. ഒരു ശുശ്രൂഷകൻ എങ്ങനെ ഏത് ലെവലിൽ നിൽക്കുന്നോ അങ്ങനെ ആ സഭ. പൗലോസിന്റെ വെളിപ്പാടുണ്ടോ? 3-ാം സ്വർഗം വരെ പോയി പൗലോസ്. എന്നാ വെളിപ്പാടാ! വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിനൊരു ശൂലം തന്നു എന്ന് പറഞ്ഞ അത്ര വെളിപ്പാടാ. ഇന്ന് പകലൊരു ദൂതി ഞാൻ പറയാം, നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗാത്മാവിനെ കുറിച്ചുള്ള വെളിപ്പാട്. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എത്രയോ രോഗികളെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. ഇന്നും സൗഖ്യം.
മോനിങ് എഴുന്നേറ്റ് വന്നേ മോനെ. ഹല്ലേലൂയ. ഇവൻ 2 മാസം മുമ്പ് ദൈവത്തിന് സ്തോത്രം ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അത്ഭുത സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. എൻ്റെ ഈ സൈഡിൽ വന്നാട്ട്. ഹല്ലേലൂയ. ഈ മോന് 2 മാസം പുറകില് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. അന്നേരം ഇവൻ്റെ ഇവിടെ അല്ലേ ആ സൈഡിൽ ഇത്ര ഒരു മുഴ. ഇവന് എല്ലാ ആഴ്ചയും വന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. ഇന്ന് എൻ്റെ അടുക്കൽ വന്നു വെച്ച് പറഞ്ഞു, ഞങ്ങൾ നോക്കിയേ ഒരു പാടുപോലും ഇല്ലാതെ ആ മഴ പോയി. നമ്മുടെ ഇടയിൽ സാക്ഷിയാകാൻ ചെറുക്കൻ ഈ മോന്. ഹല്ലേലൂയ. ശരിയല്ലേ ഞാൻ പറയുന്നത്? ശരിയാണ്. ജീസസ്. എത്ര മാസം മുമ്പാ നമ്മൾ പ്രാർത്ഥിക്കാൻ വന്ന ഇവിടെ? അതിന് ഒരു 2-3 മാസം 2-3 മാസം പുറകില്ല. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ ഒരു പാടുപോലും ഇല്ല. ഒരു എന്നോട് അന്ന് കാണിക്കാം പാസ്റ്റർ നോക്കിയ ഒരു പാടുപോലും ഇല്ലാതെ ഞാൻ സൗഖ്യമായി. എടാ, നിങ്ങളുടെ മുമ്പിൽ ഈ മകൻ ജീവിക്കുന്ന സാക്ഷിയായി നിൽക്കുക. അവൻ പറയുന്നൊരു സാക്ഷ്യമുണ്ട്, നിന്നെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയുമെന്ന്. വൈദ്യശാസ്ത്രം ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലും യേശുവിന് തൊടാൻ കഴിയുമെന്ന്. ധൈര്യമായിട്ട് പോകും. ഹല്ലേലൂയ. എന്നോട് ആ സാക്ഷി പറഞ്ഞപ്പം ഞാൻ ഇരുന്ന കസാറയെന്ന് തുള്ളിച്ചാടി. കാരണം എന്താ? എൻ്റെ ദൈവം ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നവനാ. നിങ്ങളുടെ സാക്ഷിയാകുക. ദൈവത്തിന് സ്തോത്രം. എത്രയെത്ര അനുഭവങ്ങൾ. ഇവിടെ ഒരു മനുഷ്യൻ സാക്ഷി എഴുതി തന്നു. അദ്ദേഹത്തിന് 20 ലക്ഷം രൂപയുടെ ഒരു ലൈബിലിറ്റി ഉണ്ട്. എൻ്റെ ഈ സാക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ഇവിടെ വന്നില്ല. ഈ സാക്ഷി തന്ന അച്ചായന് അവിടെ ഉണ്ടോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ഹല്ലേലൂയ. ഈ സാക്ഷി ഉണ്ട്. ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ. 20 ലക്ഷം രൂപയുടെ ലൈബിലിറ്റി ആയിരുന്നു. കർത്താവിന്റെ സ്തോത്രം. അദ്ദേഹം ഇവിടെ വന്നില്ല. പ്രാർത്ഥന എഴുതി കൊടുത്തങ്ങ് പോയി. ജീസസ്. പക്ഷെ ഇന്നിപ്പോ സാക്ഷ്യമായിട്ട് വന്നേക്കുക. ഹല്ലേലൂയ. 25,000 രൂപയ്ക്ക് ആ കാര്യത്തിന് പരിഹാരം ഉണ്ടായെന്ന്. ഞാൻ എന്തിനാ ഇതൊക്കെ എഴുതി വാങ്ങിക്കുന്ന? എന്തിനാ? ഇത് നമ്മൾ കാണിക്കുന്ന ഒരു പ്രദർശനമല്ല, ജീവിക്കുന്ന സാക്ഷ്യമാണ്. നിനക്കൊരു അനുഭവം ഉണ്ടായാൽ മറ്റുള്ളവരോട് പറയണം. ഹല്ലേലൂയ. ഞാൻ പാലക്കാട് പ്രസംഗിക്കാനായിട്ട് ചെന്നപ്പം കർത്താവിന് സ്തോത്രം ഒരു ദൈവത്തിന് സ്തോത്രം ഒരു ബ്രദർ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ വയറിൻ്റെ പൊക്കിളിൻ്റെ റൈറ്റ് സൈഡിൽ ഇത്രയും വലിപ്പമുള്ള ഒരു മുഴയുണ്ടായിരുന്നു. നിങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ശുശ്രൂഷയിൽ ഒരാൾ സൗഖ്യമാകുന്നത് കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു. നേരം വെളുത്തപ്പോൾ അത് കാണാനില്ല. 16 വർഷം എൻ്റെ ശരീരത്തിൽ വ്യാപരിച്ച രോഗം അവിടെ ഇല്ലെന്ന്. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? 2 പേർ ഐക്യമത്യപ്പെട്ടാൽ നിന്റെ വീടിനകത്തെ ചിന്തിരിപ്പിന്റെ ആത്മാവ് ഇന്നത്തെ ആരാധനയെ വിട്ടുപോകണം. മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കേട്ടോ, പൗലോസിന്റെ കരത്താൽ ഉരുവായ സഭയാ കൊരിന്തിലെ സഭ. പൗലോസ് കൊരിന്ത് വിട്ട് പോയി കഴിഞ്ഞപ്പോൾ പൗലോസ് ഒരു കാര്യം മനസ്സിലായി, സഭയ്ക്കകത്ത് ഭിന്നത വന്നെന്ന്. സഭയ്ക്കകത്ത് എന്തുവാ? എപ്പോഴും ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് നല്ല കാര്യം, സ്നാനപ്പെട്ട് അതിനെക്കാട്ടും നല്ല കാര്യം, പരിശുദ്ധാത്മാവിഷം അതിനെക്കാട്ടും നല്ല കാര്യം. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ചിന്തിരിപ്പുണ്ടാകുന്നത് നിങ്ങൾ നോക്കിക്കോണം. അതിനാ നിങ്ങളുടെ പ്രാർത്ഥന വേണ്ടി. അല്ലെ മോൻ അമേരിക്ക പോകാനല്ല പ്രാർത്ഥിക്കേണ്ടത്. ചിന്തിരിപ്പില്ലാതിരുന്നാൽ നിന്റെ വീട് സ്വർഗമാവും. ചില വീടിനെ ശത്രു വകഞ്ഞു ബന്ധിച്ചെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ അതെല്ലാം അഴിയണം. എനിക്ക് ആത്മാവിലൊരു കാഴ്ച കാണുക. ചില വീടുകൾക്കകത്ത് പോരാടുന്ന ചിന്തിരിപ്പിന്റെ ജീസസ്. കണ്ടോ, ചിലരുടെ അകത്ത് തീ കത്തി തുടങ്ങുക. എവിടോ നിന്റെ മിനിസ്ട്രി വെളിപ്പെടാൻ പോവുക, എവിടോ നിന്റെ അഭിഷേകം വെളിപ്പെടാൻ പോവുകയാ, എവിടൊക്കെയോ വലിയ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കാൻ ഈ വർഷം പകുതി എത്തുന്നതിന് മുമ്പ് എഴുതിയിട്ടോ. നിനക്ക് വിഘടിച്ച് നിന്ന ചിലര് നിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തും. ആ രീതി നിന്റെ വീടിന്റെ ചിന്തിരിപ്പിന്റെ ദൈവശക്തി വ്യാപരിച്ചു തുടങ്ങട്ടെ. കാരണം നിന്റെ വീട്ടിലാ കിടക്കുന്നേ, പോരാട്ടം നിന്റെ വീട്ടിലാ കിടക്കുന്നേ, പ്രതിസന്ധി നിന്റെ വീട്ടിലാ കിടക്കുന്നേ. ഇന്ന് പകൽ ആത്മാവ് ദൂത് പറയാം, അമ്മയും മോളും കൂടെ ഒന്നിച്ച് കൈകോർത്താൽ ആ വീട്ടിൽ അത്ഭുതമുണ്ട്. അപ്പനും മോനും ഒന്നിച്ച്, ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് കൈകോർത്താൽ കൃപ 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 കൃപ. എന്നിട്ട് പൗലോസ് കൊരിന്ത്യർക്ക് 1-ാമത്തെ ലേഖനം എഴുതുന്ന സമയത്ത് പൗലോസ് അവരുടെ കൃപാവരങ്ങളെ പ്രശംസിച്ചുകൊണ്ടാണ് എഴുതുന്നത്. എന്നിട്ട് പൗലോസ് 10-ാമത്തെ വാക്യത്തിൽ സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും
നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ആ. ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളെല്ലാം ഒന്ന് തന്നെ സംസാരിക്കണം. നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ. നിങ്ങളുടെ ഇടയിൽ എന്ത് പാടില്ല? ഭിന്നത. ഒന്ന് തൊട്ടേച്ച് പറ, ഭിന്നത പാടില്ലെന്ന് പറ. മിണ്ടാത്തവർ അടുക്ക ഇരിക്കുന്നവരെങ്കിലും ഒന്ന് തൊട്ടേച്ച് പറ, ഭിന്നത. ചിലരൊക്കെ മിണ്ടാൻ തന്നെ ഉപവാസം എടുക്കണം. ചിലപ്പം കാണുമ്പോൾ ഭയങ്കര നല്ല ചിരിയാ, നല്ലതായിട്ട് ചിരിക്കാൻ അറിയാവുന്നവരുണ്ട്. അത് ചിലപ്പോൾ ആണ്ടിലൊരിക്കലേ വരത്തുള്ളൂ. പിന്നെ കുറേ നാൾ കാത്തിരിക്കണം, അന്നേരം പിന്നെ ഒരു ചിരി. ഒരു ദിവസം തന്നെ 5-6 മുഖമുള്ളവരുണ്ട്. രാവിലെ ഒരു മുഖം, ഉച്ചയ്ക്കൊരു മുഖം. അതുകൊണ്ട് ചിലരെ നോക്കിയും കണ്ടുമൊക്കെ വേണം. ഈ ആഴ്ച കൈ തന്നപ്പോൾ ചിരിച്ചോണ്ടാ തന്നെ. അപ്പം നമ്മൾ അടിച്ചാൽ ചിരിച്ചോണ്ട് ചെല്ലുമ്പോൾ നമ്മളെ കണ്ടിട്ടില്ലാത്ത പോലെ. പിന്നെ ഇതെല്ലാം സഹിക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കിതൊന്നും പരാതി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പണ്ടൊരു മനുഷ്യൻ യോഗത്തിൽ ഇരിക്കുമ്പോൾ അയാളുടെ മുഖമെല്ലാം ഇങ്ങനെ വാടി. എൻ്റെ ഒരു സ്ഥലം പുള്ളി ചിരിക്കുന്നൊന്നുമില്ല, എല്ലാവരും ചിരിച്ചോണ്ടിരുന്ന ആളാണ്. യോഗം കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയോട് എൻ്റെ കഷ്ടകാലത്തിന് ചോദിച്ചു, മഞ്ഞ പറ്റിയെന്ന്. പുള്ളി പറയാം, ചങ്കിന് നേരെ ദൂത് വരുമ്പോഴാണ് സ്തോത്രമെന്ന്. അപ്പം എനിക്ക് മനസ്സിലായി പുള്ളിക്ക് നല്ല ഇന്നത്തെ സാധനം. ഇവിടെ വചനം ആരെയും കുത്തണ്ട, ഇത് നിനക്കുള്ളതാണേ നിന്നെ തൊട്ടിരിക്കും. കുത്താനായിട്ട് വാക്യം എടുക്കണ്ട. ഏത് വാക്യം പ്രസംഗിച്ചാലും നിന്നോട് ഇടപെടാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ നീ രൂപാന്തരപ്പെട്ടിരിക്കും. സ്തോത്രം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ വീടിനകത്ത് ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് എന്തുവാ? ഐക്യത. ഈ പോട്ടെ, ഞാൻ ഇനി അതിന് വാക്യം എടുത്താൽ വേറെ ഭാഗത്തൂടെ പോകുന്നതുകൊണ്ട് ഞാൻ ഈ വാക്യത്തിലോട്ട് തിരിച്ചു വരിക. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ. ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം. ഏക അഭിപ്രായത്തിലും. ഞാൻ ഒരിക്കലും വീട്ടിൽ ചെന്നപ്പം ആ വീട്ടുകാരെന്നോട് പറയും, അപ്പനും അമ്മയും 2 പെമ്മക്കളും 2 ആൺമക്കളുമാണ്. 4 മക്കളും അപ്പനും അമ്മയും. അവരൊരു വീടിൻ്റെ പ്ലാൻ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് എന്നോട് ചോദിക്കുക, പാസ്റ്ററെ, ഈ വീട് വെക്കുന്നത് ദൈവഹിതമാണോ? ഈ വീട് വെക്കുന്നത്? അപ്പൊ എനിക്ക് ആദ്യം ഒന്നും പിടികിട്ടിയില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഉടനെ മോളി ചോദിച്ചു, പാസ്റ്ററെ, ഒന്നിൽ കൂടുതൽ വീടിന്റെ പ്ലാൻ ഉണ്ടെങ്കിൽ ദൈവഹിതം അറിയാൻ പറ്റുമോ? ഈ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ചില സമയം എടുത്താൽ മറുപടി പറയാവൂ. മൊത്തം കുരുക്ക. അപ്പൊ ഞാൻ പറഞ്ഞു, അറിയാം. എന്നാ ഇപ്പൊ വരാമേ, അവൾ അവിടെ മുറി കയറി ഒരു 5 പ്ലാൻ. 5 കൊല്ലാണ്ട് ഒരു വീട് വെക്കുക. 5 വീട് വെക്കാനുള്ള കാശ് ബാങ്കിലുണ്ട്. ചേരാത്തോണ്ട് വീട് വെക്കാൻ പറ്റുന്നില്ല. മോൻ പറഞ്ഞു, പക്ഷേ ഞാനിപ്പോൾ വരാം. അവൻ്റെ മുറി കയറി ഒരു 7 പ്ലാൻ. 5 മിനിറ്റ് കൊണ്ട് ആ മേശപ്പുറം മൊത്തം പ്ലാന്റെ ബഹള. അതിനിടയ്ക്കൂടെ അമ്മ പെൻസിൽ കൊണ്ട് ഒരു പേപ്പറിൽ ഒരു പ്ലാൻ പുള്ളിക്കാരത്തി വരച്ചുകൊണ്ട് വന്നേക്കാം. മൂത്തവനെ ഒരു വിധത്തിൽ കൂടെ പറഞ്ഞടാ, വീടൊന്നു പോരായോ? അതിന് ഡ്രസ്സിങ്. ഞാൻ പറഞ്ഞടാ, നീ രാത്രി 2 മണിക്ക് എൻ്റെ ഡ്രസ്സിങ് റൂം ഇതാന്ന് പറഞ്ഞ് അവിടെ ഇരിക്കത്തില്ല, കട്ടിലേക്ക് ഇറന്ന് ചുരുണ്ട് കിടക്കുകയല്ല ഉള്ളോ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ ഒരു വശത്തൂടെ വഴിക്ക് കൊണ്ടുവന്നപ്പോൾ അമ്മ പറയുക, ഇത് പരിശുദ്ധാത്മാവ് തന്ന പ്ലാനാണ്, ഇത് വരയ്ക്കുന്നെങ്കിൽ വീട് വെച്ചാൽ മതിയെന്ന്. ഞാൻ കൈ കുപ്പി വെച്ച് പറഞ്ഞു, ഇവിടെ വീട് വെക്കാൻ പോകുന്നില്ല. ഞാൻ ഇങ്ങോട്ട് പോന്ന് ഓർത്ത്, എൻ്റെ ദൈവമേ, പ്ലാൻ വരച്ചവന് ഭയങ്കര ശുക്രകാലമാ. എത്ര പ്ലാൻ അവൻ! ഒരുത്തൻ അമേരിക്കയിൽ ഒരുത്തനെ കൊണ്ട് വരപ്പിച്ചേക്കുന്ന പ്ലാൻ.
വാശിയാ, ഞാൻ വരച്ച പോലെ വീട് വെക്കണം. ഞാൻ ഇതുവരെ അവർ വീട് വെച്ചിട്ടില്ല. കൊല്ലം 10 ഇന്ന് വരെ അവര് മൂത്തവൻ കല്യാണം കഴിച്ചാതാലും അവൻ്റെ പൊച്ച് നല്ല ആയതുകൊണ്ട് അവൻ പറഞ്ഞ് മനസ്സിലാക്കിയോണ്ട് അവനൊരു വീട് വെച്ചു. കണ്ടോ, ഈ ഐക്യതയില്ലേ, ഭയങ്കര പ്രോബ്ലമാണ്. നിങ്ങളിൽ ആർക്ക് ഐക്യതയുണ്ടോ അവർക്ക് അനുഗ്രഹം. ഓ ഹല്ലേലൂയ. വിട്ടുവീഴ്ചകൾ നടത്തി ഒരുമപ്പെട്, ഒന്ന് തന്നെ സംസാരിക്കുക. ആ സംസാരിക്കുന്നതിന് വിട്ടുകൊടുക്ക്, അവിടെ ദൈവം പ്രവർത്തിക്കും. ആമേൻ. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ചോറ ഒരുമ വേണമെന്ന് പറ. സ്തോത്രം. ഒരുമയില്ലേല്, പണ്ട് പ്രായമുള്ളവർ പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്, ഒരുമയില്ലേല് എത്ര വലിയ ബെഡ്റൂം പണിതാലും എത്ര വലിയ കട്ടിന് കിടന്നാലും സ്ഥലമില്ല. കാരണം 2 പേരടയ്ക്ക് 4 തലവണ വെച്ചേക്കുക. ഒരുമയുണ്ട് ഒലക്കപ്പുറത്തും കിടക്കാമെന്ന് പ്രായമുള്ളവർ പറഞ്ഞ് എന്തുവാ പോട്ടെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. ഒരുമയുണ്ടേ. പണ്ടൊരാള് ഒരു വീട്ടിൽ നിന്നൊരു കട്ടിൽ വെളിയിലോട്ട് ഇറക്കുക. വഴി ഒരുത്തൻ നടന്നുപോയി. ഒറ്റയ്ക്ക് കട്ടിൽ ഇറക്കുന്ന കണ്ടപ്പോൾ ഇവൻ അങ്ങ് സങ്കടം തോന്നി. ഇവൻ വന്ന് ആ കട്ടിലിൻ്റെ അറ്റത്ത് പിടിച്ചു. വന്നവൻ വിചാരിച്ചത് 2 പേരും മൽപ്പിടുത്ത. കുറേ നേരം കഴിഞ്ഞ് 2 പേരും ക്ഷീണിച്ച് അകത്തു നിന്നും പറയുക, എന്താടാ എത്ര ശ്രമിച്ചത് ഈ കട്ടിൽ വെളിയിലോട്ട്? ഉടനെ വെളിയിൽ കൂടെ പോയി, അയ്യോ നീ വെളിയിലോട്ടൊക്കെ വന്ന്, ഞാൻ അകത്തോട്ട് കയറ്റുകയായിരുന്നു. കാര്യം പറഞ്ഞപ്പം 2 മിനിറ്റ് തൊട്ട് കട്ടില് വെളിയിൽ വന്നവർ പറയും, എന്താടാ എന്ന് പറഞ്ഞ പോലെ ചിലർ 21-40 ഇരുന്ന് മടുത്ത്. എന്താ നീങ്ങാത്ത? ഒരുമ. 2 പേര് നിങ്ങളുടെ വീട്ടിൽ നിന്ന്, നിങ്ങൾക്കറിയാമോ, ഈ രക്ഷിക്കപ്പെട്ടവർ ഒരുമപ്പെടാനാ വലിയ പാഠം. രക്ഷിക്കപ്പെടാത്തവർക്കൊക്കെ മിക്കവാറും ഒക്കെ, രക്ഷിക്കപ്പെട്ടൊരു വീട്ടിൽ ഒരു മരണം നടന്നു, രക്ഷിക്കപ്പെടാത്തൊരു വീട്ടിൽ മരണം നടന്നു, 2നും ഞാൻ പോയി. രക്ഷിക്കപ്പെടാത്ത വീട്ടിൽ മരണം നടന്നപ്പോൾ ചേട്ടനും അനിയും ഭയങ്കര യൂണിറ്റിയാണ്, ഭയങ്കര ബഹളമാണ്. സ്തോത്രം. രക്ഷിക്കപ്പെട്ടവനോട് ചെന്നപ്പോൾ പെട്ടി ഞാൻ വാങ്ങിച്ചപ്പോൾ നീ പിരിവിട്ടില്ല. ആരാധിച്ച് മേളി വരെ കയറുന്ന പാർട്ടികളാണ്. അപ്പൻ്റെ കാര്യ വിട്ടുവീഴ്ചയില്ല. പിശാച് ഭയങ്കരമായിട്ട് പോരാടുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടവർ ക്ഷമിക്കണ്ടേ? വേണ്ടേ? ആരും മിണ്ടുന്നില്ലല്ലോ. എന്തോ ചില ഭർത്താക്കന്മാരൊക്കെ വെടിക്കനുസരിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ അവരിങ്ങനെ, പുള്ളി ക്ഷമിച്ചോണ്ട് അവിടെ നിൽക്കുന്നേ. ആരേലും ഒരാളങ്ങ് ക്ഷമിക്ക, നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം. ക്ഷമിച്ചോണ്ടാ നിലനിൽക്കുന്നത്. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ പറയുവാണല്ലോ. കൂട്ടം അടിയ. ക്ഷമിക്കണം. സ്തോത്രം. കല്യാണമൊക്കെ നടത്തുമ്പം ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, കുട്ടനാടിനടുത്തൊരു ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ ഹെർക്കൂലീസിന്റെ സൈക്കിൾ ചവിട്ടി പണിക്ക് പോയിച്ച് വരിക. അപ്പൊ ഈ ഭാര്യ, ഇന്നത്തെ പോലെ ഗ്യാസ് ഒന്നുമില്ല, വിറകടുപ്പ. ഈ ഉണക്കവിറകൊന്നും അല്ല, പച്ചവിറകുവാ. അത് കത്തിക്കണേ, ഊതി കത്തിക്കണം. ഒരു 10 പ്രാവശ്യം ഊതി ആ തലയുടെ വെളിവ് ഊതി നോക്കണം. അപ്പൊ അതിന് ഒരു ഈറക്കോല് വാങ്ങിച്ചു വെച്ചേക്കും. അതിങ്ങനെ വെച്ച് ഊതുന്ന പണ്ട. അങ്ങനെ ഊതി ചോറ് വെച്ചോണ്ടിരിക്കുന്നതിനടല ഭർത്താവിന്റെ സൈക്കിളിന്റെ ബെല്ലടി. ഭർത്താവ് അദ്ദേഹം പറഞ്ഞ് പുള്ളിക്കാരൻ ഓടിച്ചെന്ന് ആ ചോറ കുറച്ച് കണ്ണാപ്പയ്ക്കകത്തോട്ട് കോരി ഇട്ടേച്ച് ഭർത്താവിന്റെ മുമ്പിലോട്ട് ചോറ് ഇങ്ങനെ ആവി പൊങ്ങുക. പുള്ളിക്ക് ദേഷ്യം വന്നു. പുള്ളി ചോദിച്ചു, എന്തുവാടി കുംഭമീനമാസത്തിലെ പോലെ ഇരിക്കുന്നല്ലോ. ഭാര്യയ്ക്ക് ദേഷ്യം വന്ന് ഈ ഊതി ദേഷ്യപ്പെട്ട് നിൽക്കുക. അവള് പോയി ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്ന് ചോറിൽ ഒഴിച്ചേച്ച് പറഞ്ഞു, എന്നാൽ ഇടവപ്പാതി പോലെ ഇരിക്കട്ടെന്ന് പറഞ്ഞു. ചോറും പോയി, കയ്യും പൊള്ളി. വിടുവോ? പുള്ളിക്കാരത്തി മുടിക്കുത്തിന് പിടിച്ച് കുനിച്ചു നിരത്തി ഇടി തുടങ്ങി. ഇടവപ്പാതയ്ക്ക് മഴയല്ല, ഇടിയുണ്ടെന്ന്. ഇടി കിട്ടിയവള് കിച്ചണിൽ ചെന്ന് കത്തുന്ന വിറകൊള്ളി എടുത്തോണ്ട് ഭർത്താവിന്റെ തലയ്ക്കുറ്റി മിനിഞ്ഞു കൊല്ലാനും ഉണ്ട്. നിങ്ങൾ പറ, ദൂതന്മാരിറങ്ങിയാൽ ആ വീട്ടിൽ വിടുതല കിട്ടത്തില്ല. ഐക്യത എവിടെ ഉണ്ടോ
അവിടെയാണ് അനുഗ്രഹം. നിങ്ങൾ ഓർത്ത് നോക്കിയാൽ നിങ്ങളുടെ വീടിന്റെ വിടുതലിന്റെ രഹസ്യം ഐക്യത നഷ്ടപ്പെട്ടതാണ്. ആ ഐക്യത തിരിച്ചു കൊണ്ടുവാ. ഈ രണ്ടുപേരും ഭാര്യയും ഭർത്താവും കൂടെ ഒന്ന് ഐക്യമത്യപ്പെട്ട അതെങ്ങനാ? ഭാര്യയെക്കുറിച്ച് ഭർത്താവിന് ഭയങ്കര ദേഷ്യം. ഈ നാട്ടുകാരുടെ തീർക്കാത്ത ദേഷ്യമെല്ലാം കൊണ്ടുവന്ന് ഭാര്യയോട് തീർക്കും. ഭാര്യയ്ക്ക് ഭർത്താവിന്റെ വീട്ടുകാരുള്ള ദേഷ്യം ആരുടെ മേൽ തീർക്കും? ഫുള്ള് തീർക്കുക. അങ്ങനെയുള്ളവരൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട് ഭാര്യയെ സൂക്ഷിച്ചോണം, ജ്യൂസ് തരുമെന്ന്. പണ്ട് റാന്നി ജ്യൂസ് കൊടുത്ത കാര്യമാണ്. സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥിക്കാത്ത കുറച്ച് അച്ചായന്മാർ ഇപ്പൊ ചൊവ്വേ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചുകൊട്ടെ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം. സ്തോത്രം. അതിന്റെ 2-ാമത്തെ ലൈൻ മുതൽ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശ്രമിക്കണം ആത്മാവിന്റെ ഐക്യത. ഏതൊക്കെയോ വീടുകൾക്കകത്ത് വലിയ വിടുതൽ നടക്കാൻ പോവാ. ചിദ്രിപ്പിന്റെ വിഘടിപ്പിന്റെ ആത്മാവ്, തമ്മിൽ ചേരാത്ത ആത്മാവ് ഇന്നത്തെ ആരാധനയെ വിട്ടുപോവുക. നിന്റെ വീടിനകത്ത് വലിയ ദൈവപ്രവർത്തിയുടെ ഉറവ ഈ ദിവസങ്ങളിൽ തുറക്കാൻ പോവുക. അത് ആത്മക്കണ്ണുകൾ കാണാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പോസ്തലന്മാരുടെ കാലത്ത് അവരുടെ പ്രത്യേകത അറിയാവോ? അവർ ഏക മനസ്സോടെ കൂടി വരുമായിരുന്നു. എന്തുവാ? ഒരേ മനസ്സ്. അവര് പ്രാർത്ഥിച്ചാൽ ഇരിക്കുന്ന ബിൽഡിംഗ് കുലുങ്ങും. അതെന്നാ കാര്യം? ഒരുമയോടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയണം. ഏത് ദൂരത്തിരിക്കുന്ന വിഷയത്തെ പ്രാർത്ഥന ചെന്ന് തൊടും. ഐക്യതയോടെ പ്രാർത്ഥിച്ചാൽ എന്നോട് ദൈവമേ ചില ചിന്തിരിപ്പിന്റെ ആത്മാവ് ഈ ആരാധനയിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ. നിന്റെ കൂടാരത്തെ ദൈവം തൊടുക. തമ്മിൽ ഭിന്നതകൾ അഴിച്ചുവിടുന്ന നിന്റെ കുടുംബത്തിനകത്ത് പരാജയങ്ങൾ വരുത്തുന്ന വ്യാപാരങ്ങൾ നിങ്ങൾ ഒരാളിന്ന് തീരുമാനിക്കുമോ? എൻ്റെ വീട്ടിലെ ഐക്യത കെടാൻ. നിങ്ങളുടെ പ്രോബ്ലം എന്തുമാകട്ടെ, എത്ര കഠിനമേറിയ വിഷയമാകട്ടെ, മോളെ ഒന്ന് കൈ ഉയർത്താം. ആ ബ്ലൂ സാരി ചുറ്റിയ മോള്, ദൈവം നിന്നെ നോക്കി പ്രവചിക്കുക. ലോർഡ് യാക്കോബിന് സ്വപ്നത്തിൽ ഒരു ഗോവേണി ഇറങ്ങി വന്നത് യാക്കോബിനെ ഉന്നതങ്ങളിലേക്ക് കയറ്റിക്കൊണ്ടു പോകാനാണ്. ലോർഡ് കണ്ണു തന്ന് എന്നെ നോക്കിക്കേ. ഇപ്പോൾ നീ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ആത്മാവ് നിന്നെ ഈ ദിവസങ്ങളിൽ പൊക്കിയെടുക്കും. എനിക്ക് നിന്റെ വീടിനകത്ത് ഇറങ്ങി വന്ന് ചില വ്യക്തികളെ തൊടാനുണ്ട്. ഐക്യത കെടുത്തി മുന്നേറാൻ കഴിയാതെ നിന്റെ കുടുംബത്തെ തകർക്കുന്ന സകല വ്യാപാരങ്ങളുടെ മേലും ഇന്ന് ജയമുണ്ടാകാൻ പോവാ. നീ എറിഞ്ഞ വിത്ത് കിളിർത്തു വരും. ഈ ദിവസങ്ങളിൽ തമ്പുരാൻ ചിലതൊക്കെ വിത്തിട്ട് കിളിർപ്പിക്കാൻ പോവാ. നിന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് ഞാനൊരു വലിയ വെളിപ്പാട് കാണുക. ഒരു മിനിറ്റ് മോളെ നിൽക്കണേ. ഒരു വെളിപ്പാട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. ആരുടെയൊക്കെയോ ലൈഫിൽ നിന്ന് എന്തൊക്കെയോ ഇന്ന് മാറിപ്പോകാൻ പോവാ. ആ കണ്ണാടി വെച്ച സിസ്റ്ററോടൊന്ന് കൈവോക്കിക്കേ. ജീസസ് അമ്മി ഞാൻ ഈ സിസ്റ്ററോടൊന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് അടുത്തത് പറയാൻ പോകുന്നത്. യേശുവിൻ്റെ നാമത്തിൽ എത്ര വലിയ താഴ്ചയിലേക്ക് പോയെങ്കിലും നിങ്ങളെ കൈ ഉയർത്തിക്കൊണ്ടുവരും. നിങ്ങളുടെ വീടിനകത്തൊരു രോഗാത്മാവ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. ലോർഡ് ഐക്യത വെളിപ്പെടുത്താൻ കഴിയാതെ ലോർഡ് നിന്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തെ ചോർത്തിക്കളയത്തക്കവണ്ണം ശത്രു വെല്ലുവിളിക്കുന്ന ചില അവസ്ഥകൾ കാണുന്നുണ്ട്. ഞാൻ ദൂത് പറയുമ്പം നിന്റെ രണ്ട് സൈഡിൽ രണ്ട് ദൈവദൂതന്മാർ ഇറങ്ങി നിൽക്കുകയാ. അവരെന്തോ നിന്റെ വീട്ടിൽ ചെയ്യുവാനായിട്ട് പോകുകയാ. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കൂടാരത്തിനകത്തു നിന്ന് എവിടെ ഈ ദൂത് പറയുമ്പോൾ ആരുടെയൊക്കെയോ ലൈഫിൽ നിന്ന് ആത്മഹത്യ സ്പിരിറ്റ് ആരുടെയൊക്കെയോ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുക ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവരുടെ മേൽ.
സിസ്റ്റർ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ലോഡ് ഒറ്റയ്ക്കേ ഉള്ളോ? ഹസ്ബൻഡാണോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. മാറയിലെ വെള്ളം എന്നും കയ്ക്കത്തില്ല. ആ കയ്പുടനെ മധുരമാകും. ബ്രദറെ, ജീവിതം ഒത്തിരി കഴിച്ചു. നീ രക്ഷപ്പെടാൻ എത്ര കൊതിച്ചിട്ടും നിനക്ക് രക്ഷപ്പെടാൻ കഴിയാതെ നിന്റെ ജീവിതത്തെ കയ്പ് കീഴടക്കി. എന്നാൽ 2026 4 മാസം 12 കഴിയുമ്പോൾ നിന്റെ ജീവിതം മധുരിക്കാൻ തുടങ്ങും. ഇങ്ങനെയും ദൈവം ചെയ്യുമോ എന്ന് ചോദിക്കത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണ്. നിനക്ക് വരേണ്ട പല നന്മകളെയും ശത്രു കോട്ട കെട്ടി അടച്ചു. എന്നാൽ ഇന്ന് പകൽ എരീഹോവിന്റെ കോട്ട ഇടിഞ്ഞത് പോലെ നിന്റെ നന്മയെ അടച്ച കോട്ടകളെ നീ യേശുവിന്റെ നാമത്തിൽ എന്നെ നോക്കി നിൽക്കണം. ലോർഡ്, നിങ്ങളുടെ കയ്പ് ഉടനെ മാറും. പാസ്റ്റർ, സിസ്റ്റർ തലയിൽ ഒന്ന് കൈവച്ച് അവരുടെ കാലയിൽ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഒരു പാമ്പ് അവിടെ കാലെ ചുറ്റിക്കിടക്കുക. അത് നിമിത്തം കുറെ നാളായി. ഇന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് വിടുവിക്കാനാ, അല്ലെങ്കിൽ നീ തളർന്നു പോകും. എന്താന്ന് പറയാ പാസ്റ്ററെ, കാലില് കഴിഞ്ഞ നാളുകളായിട്ട് വെരിക്കോസ് വെയിനും അതിൽ മുറിവും നീരുമായിട്ടുണ്ട്. ഒത്തിരി നാളുകൊണ്ട് സിസ്റ്റർ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് അതുപോലെ ഗൾഫിലാണ്. 6 മാസത്തോളമായി സാലറി ഇല്ലാതെ വളരെ ഭാരത്തിൽ തിരിച്ചു വരാൻ നിൽക്കുകയാണ്. ഫുള്ള് ബ്ലോക്ക്. എന്നോട് പറഞ്ഞു 2 ദൂതന്മാർ, ആ പാസ്റ്റർ നിൽക്കുന്ന സ്ഥാനത്തും ഇപ്പുറത്തും 2 ദൂതന്മാർ നിൽക്കുക. ഇപ്പൊ നീ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നിന്റെ കാലിൽ ബ്ലീഡ് ആകുന്നോന്നാ നീ നോക്കിക്കൊണ്ടിരിക്കുന്നേ. പക്ഷെ ഇന്ന് പറയാ, ഒരു ഹീലിംഗ് പവർ വ്യാപരിക്കുക. പാമ്പിന്റെ വിഷം പുറത്തു വരുന്ന പോലെ നിന്റെ കാലുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബ്ലഡിന്റെ സകല യാക്കോബ് സ്വപ്നത്തിൽ ഗോവേണി കണ്ട പോലെ നിന്റെ ഭർത്താവ് കയറി പോകേണ്ട പടികൾ ദൈവം കാണിച്ചു തരാൻ പോവാ. ഇതെന്തൊരു അത്ഭുതം! യെസ്, അവിടെ തലേ കൈവച്ചൊന്ന് ശ്വാസിച്ച് പ്രാർത്ഥിച്ച് ഇനി അവർക്ക് വെരിക്കോസിന്റെ പ്രോബ്ലം ഉണ്ടാകാതെ the mighty name of Jesus ഒരു ഹീലിംഗ് പവർ ഹോളി സ്പിരിറ്റ് ശ്വാസിക്കപ്പെടാൻ പോവാ. അന്ധകാര ശക്തികൾക്കൊന്നും ശരീരങ്ങളിൽ ഇരിക്കുവാൻ കഴിയാതെ യേശുവിന്റെ നാമത്തിൽ സകല അന്ധകാരത്തെയും പിടിതുമാറ്റുന്ന ഈ കയ്പ് മാറത്തില്ലെന്ന് നീ വിചാരിക്കരുത്. ആ മഞ്ഞ ചുരിദാറിട്ട മോളോട് ഒന്ന് കൈപൊക്കിക്കേ. ആ മഞ്ഞ കൈപൊക്കിയാ മതി. ഇനി നിന്നോടാ പറയാൻ പോന്നെ അടുത്ത്. ലോർഡ്, അങ്ങോട്ട് വരേണ്ട ആവശ്യം ഇന്ന് വരുന്നില്ല. ചില കഴിയുമ്പോൾ ഞാനൊന്ന് ഇറങ്ങും. ലോർഡ്, ബ്രദർ, നിന്റെ കയ്പ് മാറാനുള്ള സകല വഴി ദൈവം കണ്ടിട്ടുണ്ട്. ബ്രദർ, നിന്റെ വയറ്റിലൊരു സൗഖ്യം നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുക. ആ സൗഖ്യം നിന്നിൽ നടക്കുന്നതോടെ നിന്റെ വീടിനകത്ത് മറ്റൊരു തരത്തിലുള്ള വിടുതലായിട്ട് അത് മാറും. ഇനി ആ കയ്പിന് ആയുസില്ല, അത് മധുരിക്കാൻ സമയമായി. മണ്ണ് സംബന്ധിച്ചുള്ള അന്ധകാര ശക്തി നിന്റെ വീടിനകത്തു നിന്നും കൂടാരത്തിനകത്തു നിന്നും കലിതുള്ളി ഇറങ്ങിപ്പോകുന്ന വെളിപ്പാട് ഞാൻ വീണ്ടും പറയും. ഇന്ന് ചിലതിനെയൊക്കെ ചില വീടുകളിൽ നിന്ന് നീക്കം ചെയ്യും, ചില മണ്ണുകളിൽ നിന്ന് നീക്കം. മോളെ, നിനക്ക് നല്ല ഭാവിയുണ്ട്. ആ ഭാവി ഇപ്പോൾ ഫലമുള്ളൊരു വൃക്ഷത്തിലേക്ക് വലയിട്ടേക്കുന്ന പോലെ നിന്റെ ഭാവിയുടെ മേലൊരു വല കിടക്കുക. മാനസിക സമ്മർദ്ദങ്ങൾ കടത്തിവിട്ട്, നിന്റെ ഉള്ളിൽ ഞെരുക്കങ്ങൾ കടത്തിവിട്ട്, നിന്നെ കൊണ്ട് ഒരിക്കലും അനുഭവിക്കത്തില്ലെന്ന് പറയുന്ന ചില പൈശാചിക വാദം എനിക്ക് കാണാം.
നീ എത്ര ഇന്നസെന്റായി പ്രാർത്ഥിച്ചിട്ടും ആമേൻ, നിന്റെ ഭാവിയെ ബ്ലോക്ക് ചെയ്തെങ്കിൽ ഇന്ന് ഈ ആരാധനയിൽ അത് അഴിച്ചുവിടാൻ പോവാ. ഇവക്ക് വലിയൊരു ഭാവിയുണ്ട്. അച്ഛൻ എന്നെ നോക്കണം. ഞാൻ ഈ മോടെ മുമ്പിൽ കണ്ടത് റംബൂത്താന്റെ ഫലം നിറഞ്ഞ ഒരു മരം. ആ മരത്തിന്റെ മണ്ടയ്ക്ക് ഒരു ചുമന്ന വലയിട്ടേക്കും. ഫലമുണ്ട്, വെളിപ്പെടാൻ പറ്റത്തില്ല. മോളെ, ഇന്ന് എല്ലാരും കാണുക. ഞാൻ എഴുന്നേറ്റ് നിർത്തിയ, നീ അല്പം കഴിയുമ്പോൾ എല്ലാരും കാണുക. ഞാൻ ശുശ്രൂഷിക്കുന്നൊരു വേദിയിൽ വന്ന് ദൈവം നിനക്ക് ചെയ്തത് പറയും. അതുപോലൊരു നിരാശപ്പെടരുത്. നീ ജയിക്കാൻ പോവാ. നീ ജയാളി. 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ചാട്ട്. 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ചാട്ട്. എന്നോട് കർത്താവിന്റെ ആത്മാവ് ഏതൊക്കെയോ വീടുകൾക്കൊക്കെ ഐക്യതയുടെ ക്രമീകരണങ്ങൾ നടക്കാൻ പോവാ. പിശാചി വിചാരിച്ചവന്റെ തന്ത്രം നിന്റെ വീട്ടിൽ ജയിക്കുമെന്ന് ഇന്ന് ദൈവാത്മാവ് ആ തന്ത്രത്തെ തൊടുക. മതി തന്ത്രങ്ങൾ നടത്തിയത്, മതി കുടുംബങ്ങളെ വിഘടിപ്പിച്ചത്, മതി തമ്മിൽ വൈരുദ്ധ്യമിട്ടത്, മതി തമ്മിൽ വിഘടിപ്പിട്ടത്. അശുദ്ധാത്മാവേ, ഇറങ്ങിക്കോ വീട്ടിൽ നിന്ന്. ഇന്നിവിടെ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇന്നിവിടെ ദൈവപ്രവൃത്തി നടക്കട്ടെ. യെസ്, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇന്ന് നിനക്ക് രോഗശാന്തി കിട്ടും. മാറാത്ത രോഗങ്ങൾ ഇന്ന് നിന്റെ ശരീരം, നീ കണ്ണടച്ച് തുറക്കുമ്പോൾ നീ കാണുന്നത് ഒരു വിടുതലായിരിക്കും. നീ നാളെ കേൾക്കാൻ പോകുന്ന ഒരു വിടുതലിന്റെ വാർത്തയായിരിക്കും. വർഷങ്ങളായി ബ്ലോക്ക് ചെയ്ത പല കണ്ടോ ചിലരുടെ അകത്ത് ഒരു തീ ആളി കത്തുന്നത് പോലെ. കുരുക്കാൻ പിശാചിന് അറിയാമെങ്കിൽ കുരുക്കഴിക്കാൻ ദൈവത്തിന് അറിയാം. ഫറവോനെ നിനക്ക് കുരുക്കാൻ അറിയാമെങ്കിൽ നിന്നെ കുരുക്കാൻ ദൈവത്തിന് അറിയാം. യേശുവിന്റെ നാമത്തിൽ ലാബാനെ യാക്കോബിനെ കുരുക്കാൻ നിനക്കറിയാമെങ്കിൽ നിന്നെ കുരുക്കാൻ ദൈവത്തിന് അറിയാം. ആരാധിക്കുന്ന ചിലരോടാ ദൂത്, ഈ ആരാധന തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഭൂമിയിൽ വെച്ച് യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ, ഞാൻ നിങ്ങളോട് പറയാം, ഇതൊരു ശുദ്ധീകരണത്തിന്റെയും ക്രമീകരണത്തിന്റെയും മടങ്ങിവരവിന്റെയും പ്രയറാകട്ടെ. നീ ഒറ്റയാൾ വിചാരിച്ചാൽ നിന്റെ വീടിനെ മടക്കി പിടിക്കാം. നീ ഒരാൾ വിചാരിച്ചാൽ നിന്റെ കുടുംബത്തെ മടക്കി പിടിക്കാം. നിന്ന ചുമന്ന നിന്റെ വീട്ടിൽ മറുപടികൾ പെയ്തിറങ്ങും. അപമാനം ചുമന്ന നിന്റെ വീടിനകത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നിൽക്കും. നിന്റെ കുടുംബ പ്രാർത്ഥനയുടെ രീതി മാറാൻ പോവാ. നിന്റെ ആരാധനയുടെ ലെവല് മാറാൻ പോവാ. നിന്റെ അല്പനേരം സ്തുതിക്കാൻ പറ്റുമെങ്കിൽ സ്തുതിച്ചോ. അല്പനേരം ആരാധിക്കാം. യെസ്, 1-2 മിനിറ്റുകൾ ദൈവത്തെ സ്തുതിച്ചേ. 1-2 മിനിറ്റുകൾ ദൈവത്തെ. യെസ്, ചില വിടുതലുകൾ ദൈവത്തിൽ നിന്ന് ഏറ്റെടുത്തേ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തേ. ഈ ഒത്തൊരുമയുടെ റിസൾട്ട്, പ്രസംഗത്തിന് സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗം നിർത്തുക. ഒത്തൊരുമയുടെ റിസൾട്ട് 133 സങ്കീർത്തനത്തിൽ എഴുതിയേക്കുന്നത്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും. ഒത്തൊരുമ ഒന്ന് വായിക്കാമോ? 133 സങ്കീർത്തനം 1-ാമത്തെ വാക്യം. സഹോദരന്മാർ ഒത്തൊരുമിച്ച് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഞാനൊരു വെളിപ്പാട് പറയാം. മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ചില ഒരുമ. ചിലരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക, അവർക്ക് ഒരുമപ്പെടാൻ കഴിയുന്നില്ല. നക്കെട്ട് പൊട്ടും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഒരുമ വെളിപ്പെടാൻ പോവാ. ഈ സഭയ്ക്കകത്ത് ഒരുമ വെളിപ്പെടാൻ പോവാ. ലൈവിൽ കൂടെ കാണുന്നവരുടെ കുടുംബത്തിനകത്ത് ഒരുമ. പിശാചിനറിയാം, പല തട്ടുകളിൽ നിന്നെ ആക്കിയാൽ നീ അങ്ങ് ജഡത്തിലായിക്കോളും, ആത്മതലം അങ്ങ് വിടും. ഞാൻ നിങ്ങളോട് പറയാം, നീ പല തട്ടിലാകരുത്. ഐക്യതയോടൊരു വീട് പോയാൽ ആ വീട് സ്വർഗമാ. ഐക്യതയോടൊരു ചർച്ച് പോയാൽ ചർച്ച് സ്വാമി സ്വർഗമാ. ഐക്യതയോടൊരു പ്രേയർ ഗ്രൂപ്പ് പോയാൽ പ്രേയർ ഗ്രൂപ്പ് സ്വർഗമാ. എവിടെ ഐക്യതയുണ്ടോ അവിടെ വിടുതലുകൾ വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഇന്ന് പകൽ നിന്റെ ഐക്യതയെ കെട്ടിയ ആ ദുഷ്ടവ്യാപാരത്തെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ അഴിച്ചുവിടാൻ പോവാ. വിടുതലിന്റെ ധ്വനി വ്യാപരിക്കട്ടെ. ആമീൻ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്
ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര ഓ മനോഹരവുമാവും. എത്ര ശുഭമാണ്, എത്ര മനോഹരവുമാവും. എത്ര മനോഹരമാണ്. അത് വസ്ത്രത്തിന്റെ അത് വിളിമ്പിലേക്ക്, വസ്ത്രത്തിന്റെ വെളിമ്പിലേക്ക്, നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി ഒഴുകുന്നതായ അവന്റെ തലയിലെ വിശേഷ തൈലം പോലെ. വിശേഷ തൈലം. ആത്മാവ് പറയുകയാണ്, ഒരുമയുണ്ടോ? അഹരോന്റെ തലയിൽ ഒഴിച്ച അഭിഷേക തൈലം അത് താടി വഴി ഒഴുകി വസ്ത്രത്തിന്റെ വെളിമ്പ് വരെ ഒഴുകിയ പോലെ നിന്നിൽ നിന്നൊരു ഒഴുക്ക് തുടങ്ങാൻ പോവാ. അത് നിന്റെ കുടുംബം മുഴുവൻ ഒഴുകും. ആർക്കും തടയാൻ പറ്റാത്ത പോലെ ആ ഒഴുക്ക് നിന്റെ കുടുംബത്തിൽ വരികയാണ്. എനിക്കിവിടെ കാണാം ചിലരുടെ തലമുടി നാരിടകളിലൂടെ ഒരു പുതിയ അഭിഷേകത്തിന്റെ ചലനം. അഹരോന്റെ തലയിൽ ഒഴിച്ച അഭിഷേക തൈലം താടി വഴി ഒഴുകി വസ്ത്രത്തിന്റെ വെളുമ്പ് വരെ ഒഴുകിയിറങ്ങുന്നത് പോലെ അത് സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവയുടെ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന് വായിച്ച് സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെ. ഇന്ന് പകൽ നിന്റെ ലൈഫിനകത്തെ പർവ്വത നിരകളിൽ ഒന്ന് മഞ്ഞ് പെയ്യാൻ പോകുകയാ. എന്നോട് ദൈവം പറയാ, പർവ്വതങ്ങളെ മഞ്ഞ് ചുംബിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ നിന്റെ ലൈഫിൽ ആത്മാവിന്റെ സ്പർശനങ്ങള് ഉണ്ടോ. എത്ര വലിയ അനുഭവങ്ങളാ തരാൻ പോകുന്നത്. നിന്റെ വീടിനെ ചിലർ എഴുതി തള്ളി. ദൈവം പറയാ, അല്ല, നിന്റെ വീട് എഴുതി തള്ളാൻ വരട്ടെ. അവിടെ ഒരു ഐക്യത വരാൻ പോവാ. അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പോവാ. അവിടെ ഒരു അത്ഭുതം നടക്കാൻ പോവാ. അവിടെ ഒരു സ്ഥിതി മാറാൻ. സിയോൻ പർവ്വതത്തിൽ പെയ്തിറങ്ങുന്ന പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെ. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തേച്ച് പറ, ഒരു മഞ്ഞ് പെയ്തിറങ്ങാൻ പോവാന്ന് പറ. ഹെർമോന്യ മഞ്ഞ് പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും. യഹോവ അനുഗ്രഹം. ദിവസങ്ങളിൽ മഞ്ഞ് പെയ്യുന്ന പോലെ അനുഗ്രഹം നിന്റെ മേൽ പെയ്തിറങ്ങും. 2026 അനുഗ്രഹം മഞ്ഞ് പോലെ, വിശേഷ തൈലം പോലെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. റബന ഹംദന. ഉണങ്ങിക്കിടക്കുന്ന പ്രതലങ്ങളിൽ മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവന്റെ ശിരസിന്മേൽ ഇതാ മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ, ഒരു അഭിഷേക തൈലം പോലെ. ഐക്യതക്കേടുകളെല്ലാം മാറട്ടെ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചിത്രിപ്പ് മാറട്ടെ. അപ്പനും മകനും തമ്മിലുള്ള ചിത്തിരിപ്പ് മാറട്ടെ. അമ്മയും മകളും തമ്മിലുള്ള ചിത്തിരിപ്പ് മാറട്ടെ. അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള ചിത്തിരിപ്പ് മാറട്ടെ. ഐക്യതയുടെ ആത്മാവ് അവിടെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. പൗലോസിന്റെ ഇതര ലേഖനങ്ങൾക്കകത്ത് പൗലോസ് ആലേഖനം ചെയ്തിരിക്കുന്ന ധാരാളം ഐക്യതയുടെ വചനങ്ങളുണ്ട്. എല്ലാം ഞാൻ വായിക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. ഒടുവിലത്തെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കർത്താവ് പറയുക, ഭൂമിയിൽ വെച്ച് യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ. ബാക്കി കാണാതെ പറയോ പറയുന്നവർക്ക് ഇപ്പൊ സമ്മാനമാ. എന്നാ വായിച്ചു കേൾപ്പിക്കാം. ഭൂമിയിൽ വെച്ച് നിങ്ങൾ യാചിക്കുന്ന നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ. നമുക്ക് ഇങ്ങനെ പറയാം, തിരുവനന്തപുരത്ത് വെച്ച് നിങ്ങൾ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ അവർക്ക് ലഭിക്കും. ദൈവത്തിൽ നിന്ന് അത് ലഭിക്കും. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് കൈ കൊടുത്ത് വെച്ച് പറ, എന്തോ ദൈവത്തിൽ നിന്ന് ലഭിക്കാൻ പോകുകയാ.